كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه فما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. ബഹുമാനമുള്ള സഹോദരന്മാർ, ലക്ഷ്യബോധമില്ലാതെ പൂർണ്ണമായും അലക്ഷ്യരായി നടന്നു നീങ്ങുന്ന ഒരു സമൂഹമായി, ഒരു ആൾക്കൂട്ടമായി നാം പരാജയപ്പെടാൻ കാരണം എന്ത്? ഇനി ആ ഒരു അവസ്ഥക്ക് മാറ്റം വരാൻ നാം സ്വീകരിക്കേണ്ടുന്ന നയം എന്ത്? ഇതിനെക്കുറിച്ചൊരു വ്യക്തത നമുക്കുണ്ടാകേണ്ടതുണ്ട്. കഴിഞ്ഞ യുഗത്തിലെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്ത് സമയം കഴിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി ഒരു നല്ല ഭാവിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിന് ക്രിയാത്മകമായ എന്തൊരു മാർഗമുണ്ട് തേടിപ്പിടിക്കാൻ എന്ന് അന്വേഷിക്കുകയാണ് കരണീയമായ മാർഗം, ഏകമാർഗം നമ്മുടെ മുന്നിലുള്ളത്. നാം എപ്പോഴും പറയാറുള്ളത് പോലെ ദർശനങ്ങളുടെ കൂട്ടത്തിൽ അത്യുന്നത മൂല്യം പുലർത്തുന്ന ഒരു ദർശനമാണ് ഖുർആനിൻ്റേത്. അത് ഒരു രസത്തിന് വേണ്ടി പറയുന്നതല്ല. മുസ്ലിം സമുദായത്തിലെ എല്ലാവരും പറയുന്നു, അതുകൊണ്ട് നമ്മളും അത് പറയുന്നു എന്നല്ല. അങ്ങനെയാണ് നാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മെ അറിയുന്ന ആരും ആരോപിക്കുകയുമില്ല. കാരണം അതിൽ നിന്ന് 100% വ്യത്യസ്തമാണ് നമ്മുടെ നയം. നിലവിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ആ സൊസൈറ്റിയോട്, ആ സമൂഹത്തോട് 100%, 99 അല്ല, 100% വ്യത്യസ്തമാണ്. എന്തുകൊണ്ട് അത് വ്യത്യസ്തമായി നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു സംസാരം നമുക്ക് ഇവിടെ കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമല്ല. പലവരും നാം അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പലപ്പോഴായി. ഇനി വളരെ പെട്ടെന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ നിന്ന്, അതാണല്ലോ ഇനിയുള്ള തലമുറ, ഈ തലമുറയെയെങ്കിലും ഈ അന്ധകാരത്തിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാൻ, വെളിച്ചത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഉതകുന്ന നടപടി ഒന്ന്. ഇത് പറയുമ്പോൾ ഒരു തമാശയായി തോന്നാം നിങ്ങൾക്ക്. ഒന്ന്, ദൈവത്തെ ഓർത്ത്, അവന്റെ സത്യസന്ധമായ വ്യവസ്ഥിതിയെ ഓർത്ത് ഒന്നാമത്തെ നടപടി മദ്രസയിൽ പറഞ്ഞേക്കാതിരിക്കുക എന്നതാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തമാശ തോന്നിയേക്കാം. കാരണം മദ്രസയിൽ നമ്മുടെ കൊച്ചുകുട്ടികളെ നാം പറഞ്ഞേക്കും വളരെ വളരെ നേരത്തെ എണീപ്പിച്ച് നാം പറഞ്ഞേക്കുന്നു 7 മണിക്ക്. 7 മണിക്ക് അവിടെ എത്തണം. എന്നിട്ട് അവിടെ പഠിപ്പിക്കുന്നത് ഞാനത് ഒന്നും ഈ പറയേണ്ടതില്ലല്ലോ, എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മളത് കേട്ട് മരവിച്ചു പോയതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, മേലിൽ അത് പറഞ്ഞേക്കരുത്. ഇത് പറയാനുള്ള യോഗ്യത എനിക്കുണ്ട്. എന്താ കാരണം? ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞയച്ചിട്ടില്ല, പറഞ്ഞേക്കാനുള്ള പരിപാടിയുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യസമേതം നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാം. മാത്രമല്ല, ഞാനത് പറഞ്ഞയച്ചിട്ടില്ല എന്ന് വ്യക്തമായി ബോധ്യമുള്ള, ഉറപ്പുള്ള ആളുകൾ ഈ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അല്ലാതെ രഹസ്യമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞയച്ചിട്ട് നിങ്ങളൊന്നും പറഞ്ഞേക്കണ്ട. കൊണ്ടൊരു മുസ്ലിം അങ്ങനെ പ്രസംഗിക്കുന്നുണ്ടായിട്ടുണ്ട്, ഇംഗ്ലീഷ് ആരും പഠിക്കരുത്. മൂപ്പരുടെ മോനാന്ന് MA പഠിച്ചിരുന്നത്. നാട്ടുകാർ ഇംഗ്ലീഷ് പഠിക്കരുത്, മൂപ്പര മോൻ, അങ്ങനത്തേതല്ല. മനസ്സിലായില്ലേ? പറയുന്നത് അത് നമുക്കും കൂടി ബാധകമാണ്. അതുകൊണ്ട് പറഞ്ഞേക്കരുത്. ഭൗതിക വിദ്യാഭ്യാസം എത്ര നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ അത് നാം കൊടുക്കുക. അതിനെ ഒരു പരിധി നാം നിശ്ചയിക്കാതെ പരമാവധി നാം കൊടുക്കുക. മത വിദ്യാഭ്യാസമല്ല നാം നൽകേണ്ടത്. കാരണം എന്തുകൊണ്ടല്ല മതവിദ്യാഭ്യാസമല്ല നാം നൽകേണ്ടത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടല്ല എന്നും കൂടി അതിൻ്റെ പിന്നാലെ അറിയണം. മതം എന്ന ഒന്നില്ലാത്തത് കൊണ്ട്,
ദൈവീക മതം ഇല്ല, ദൈവീക ദർശനമാണുള്ളത്. അതെവിടെയാണ് ലഭിക്കുക? ദൈവീക ഗ്രന്ഥങ്ങളിൽ നിന്ന്. അതിന്റെ പിന്നെ സ്പെയറായി വേറെ ഒന്നും അള്ളാഹു ഇറക്കിയിട്ടില്ല. തൗറാത്തിന്റെ കൂടെ ഉണ്ടായിട്ടില്ല, ഇഞ്ചീലിന്റെ കൂടെ ഉണ്ടായിട്ടില്ല, അതേപോലെ തന്നെ സബൂറിന്റെ കൂടെ ഉണ്ടായിട്ടില്ല, മറ്റു വേദങ്ങൾ പേരെടുത്ത് പറയാത്ത മറ്റൊന്നും കൂടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത് കാനന്നാസു ഉമ്മത്തൻ വാഹിദ. ഇതിന്റെ രസകരമായ ഒരു അർത്ഥം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കണം. ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായ സമൂഹമായിരുന്നു. എന്നിട്ട് പിന്നെ ഖുർആൻ ചെയ്ത പണി എന്താ? ഖുർആന് പ്രവാചകന്മാരെ ഇറക്കിയിട്ട് പിന്നെ കൊളാക്കിയതാണ് നിലവിലുള്ള അർത്ഥം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ജനങ്ങളൊക്കെയും ഒറ്റക്കെട്ടായിരുന്നു. എന്നിട്ട് പടച്ചോൻ ചെയ്ത ആകളുള്ളൊരു കുരുത്തക്കേട്, ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന. പ്രവാചകന്മാരുടെ വീട്ടിൽ അവിടെ കുറച്ച് നന്നായി കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുടെ കുളം കലക്കണ അവിടെ പോയിട്ട് എന്നും പറഞ്ഞിട്ട് കുറച്ച് പ്രവാചകന്മാരെ ഇറക്കി, എന്നിട്ട് മറ്റേ പണിയെടുപ്പിച്ചതാണ് ഈ കോലത്തിൽ. സത്യത്തിൽ എന്തായി പറയുന്നത്? കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ജനം അലക്ഷ്യമായി ജീവിക്കുന്ന ഒരൊറ്റ സമൂഹമായിരുന്നു. ലക്ഷ്യബോധമില്ലാതെ തങ്ങളുടെ ഡ്യൂട്ടി എന്ത്, തങ്ങൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ എന്ത്, തങ്ങളെ ഇവിടെ പുറപ്പെടുവിപ്പിച്ചതിന്റെ ലക്ഷ്യമെന്ത് എന്നൊന്നും ആലോചിക്കാതെ ചിന്തിക്കാതെ ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്ന ഒരു വിഭാഗമായി മാറി, ആരും വ്യത്യാസമില്ലാതെ. ഈ അവസ്ഥയിൽ ഫബഅസല്ലാഹു അന്നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന. ഇവിടെയും നമുക്ക് ഇടപെടേണ്ടതുണ്ട്. എന്തിനാ പ്രവാചകന്മാർ വന്നത്? ലക്ഷ്യബോധം ഉണ്ടാക്കുവാൻ. തങ്ങളുടെ ജീവിതം വൃഥ അല്ല, ലക്ഷ്യമുണ്ട്, മഹത്തായ ഒരു ജീവിതമാണത്. അതുകൊണ്ട് നിങ്ങൾക്കും തങ്ങൾക്കും മറ്റുള്ളവർക്കും അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് പഠിപ്പിക്കാൻ. നമ്മുടെ മുന്നിൽ ഒരു മെഷീനുണ്ട്, നല്ല ഭംഗിയുള്ള മെഷീൻ. അത് നമ്മളിങ്ങനെ എന്നും ഇങ്ങനെ കാണും, അതല്ലെങ്കിൽ ഇങ്ങനെ തുടക്കും, മിനുക്കിയെടുക്കും. എന്താണ് ആ സാധനം, എന്തിനാണത്, എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം അറിയില്ല. എന്നാൽ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും. പക്ഷെ ഒരുപാട് ഗുണങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മെഷീനാണത്. അതൊന്ന് പ്രവർത്തിപ്പിച്ചാൽ, അതൊന്ന് ചലിപ്പിച്ചാൽ, അതിനെ ഒന്ന് തുടച്ചെടുത്താൽ നിങ്ങളായി മാറും. നിങ്ങളുടെ ശരിയായ ക്വാളിറ്റി കൊണ്ട് പുറത്തു ചാടും. ആ നിലയ്ക്ക് മനുഷ്യരെ നിങ്ങളിൽ ഉണർന്നു കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ അതെല്ലാം ഉണർത്തുവാൻ, അവർ ആരാണെന്നും അവർ എന്താണെന്നും അവരെ തന്നെ ബോധ്യപ്പെടുത്തുവാൻ, അവരെ നിരത്തിലിറക്കാൻ പ്രവാചകന്മാർ വന്നു. യുക്തിവാദികൾ പലപ്പോഴായി ഉപയോഗിച്ചിട്ടുണ്ട്. ജനങ്ങളൊന്നും കുഴപ്പമില്ലാതെ നന്നായി ജീവിക്കുന്ന അവസ്ഥയല്ലേ പ്രവാചകന്മാരെ വിട്ടിട്ട് പഠിച്ചവൻ പ്രശ്നമാക്കിയെന്ന് ഖുർആൻ തന്നെ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങളുടെ മുന്നിൽ പുരോഹിതവർഗം കൺമിഴിച്ച് നിൽക്കുക ചെയ്തത്. കാരണം ഒന്നും പറയാനില്ല. കാരണം എല്ലാവരും എഴുതി വെച്ചത് അതാണ്. പിന്നെ മറുത്തൊരാളൊന്നും എഴുതണ്ടേ, വേറൊന്നും പറയാൻ ഇല്ല. അപ്പൊ ഇങ്ങനെ ഖുർആനിലിപ്പോ എപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇമ്രാത്ത്, മനാമ്, റജുല്, നിസാ, ഇങ്ങനെ ഒരുപാട് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് വേർഡുകൾ. ഇതിനൊക്കെയും അതിന്റെ ശരിയായ ആ റൂട്ടിൽ നിന്നും മാറ്റുകയും അതിന്റെ ഉത്തമ ആ വിശേഷണങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കുകയും ചെയ്തതിന്റെ ഫലം ഇന്ന് സമൂഹം തന്നെ, സമുദായമല്ല സമൂഹം തന്നെ അനുഭവിക്കുകയാണ്. അതെങ്ങനെ സമൂഹം തന്നെ മൊത്തത്തിൽ അനുഭവിക്കുക? ഒരു സമുദായം അവർക്ക് ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങൾ ഉണ്ടാകുകയും അവരുടെ ശരിയായ ആദർശത്തിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം അനുഭവിക്കുന്നത് ആ സമുദായം മാത്രമാകില്ല, മറിച്ച് ആ സമുദായത്തോട് ഒട്ടിയിണങ്ങി താമസിക്കുന്ന സകലർക്കും അതിന്റെ ഗുണം ആസ്വദിക്കാൻ സാധിക്കും. അല്ലേ? ഒരു സംശോധനയില്ലല്ലോ. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടു, നല്ല ജോലിയുണ്ട്, അതല്ലെങ്കിൽ നല്ല ബിസിനസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട്.
മനസാക്ഷിയുള്ള അങ്ങനത്തെ ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ കുടുംബം ഏറ്റവും ചുരുങ്ങിയത് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകും. അതോടൊപ്പം മാനുഷിക ഗുണം അയാൾക്കുണ്ടെങ്കിൽ അയാളുടെ പരിസരത്തുള്ളവർ പട്ടിണിയില്ലാതെ ജീവിച്ചു പോകും, വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകും. എന്തെങ്കിലും ദുരിതങ്ങളിൽ അവർ അകപ്പെടുമ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഗുണം ഇയാളിൽ നിന്ന് ലഭിക്കും. സ്വാഭാവികമാണ്. ഇതേപോലെ ഒരു സമുദായം അവരുടെ ശരിയായ ദർശനത്തിലേക്ക് തിരിച്ചുപോയാൽ അവരിൽ അന്ധകാരമുണ്ടാകില്ല, അനാചാരമുണ്ടാകില്ല, ഇതേപോലെ തന്നെ ആവശ്യമില്ലാത്തതൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടുള്ള ഗുണം ആ സമുദായത്തിന് മാത്രമല്ല, മറിച്ച് തൊട്ടടുത്തുള്ള ആളുകൾക്ക് മുഴുവനും ആസ്വദിക്കാൻ സാധിക്കും. ഏതുപോലെ ആ സമുദായം ദുഷിച്ചാൽ അവരെ കൊണ്ടുണ്ടാകുന്ന കെടുതികൾ, നാശങ്ങൾ, നഷ്ടങ്ങൾ മറ്റ് സമുദായങ്ങൾക്കും മറ്റു കൂടെയുള്ളവർക്കും അടുത്തുള്ളവർക്കൊക്കെ ബാധിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിൽ ശബ്ദ മലിനീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് മതത്തിന്റെ പേരിൽ ഓരോരോ ഗ്രൂപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുറങ്ങാൻ മറ്റ് സമുദായങ്ങൾക്ക് സാധിക്കുന്നില്ല. പരീക്ഷയ്ക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, കൊച്ചുകുട്ടികൾക്ക് ഉറക്കം കിട്ടുന്നില്ല. ശബ്ദ മലിനീകരണം ഏറ്റവും കൂടുതൽ വോള്യത്തിൽ വെച്ച്, അതും ഈ പുരോഹിതന്മാർ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വോള്യമുള്ള മൈക്ക് വേണം. എന്താ കാരണം? അലറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ അലറി പറയുന്നത് എന്താ? ഈ സമൂഹത്തിന് വല്ല ഗുണമുള്ളതാണോ? അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മനസ്സിലേക്ക് കയറ്റി കൊടുത്താൽ എന്തെങ്കിലും ഗുണമുള്ളതാണോ? അല്ല, മറിച്ച് അതൊന്നും ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം. അപ്പൊ ഈ തരത്തിൽ നാം അധപ്പതിച്ചു പോയി. മേലിൽ അതുണ്ടാകാതിരിക്കാൻ ഒന്നാമത്തേത് മദ്രസയിലേക്ക് പറഞ്ഞേക്കാതിരിക്കുക കുട്ടികളെ. ഒരു സംശയവും വേണ്ട. മദ്രസകളിലേക്കും അതേപോലെ തന്നെ ഇന്ന് നാം അറിയുന്ന മതപഠനശാലകൾ, അതിലേക്ക് പറഞ്ഞേക്കുക. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് പറയുന്നത്. കാരണം ഞാൻ ഈ പറയുന്ന ഞാൻ അതിൽ ഹോമിക്കപ്പെട്ടവനാണ്. ജീവിതം അതിൽ ബലിയർപ്പിക്കേണ്ടി വന്നവനാണ്. 100,000 ഗ്രന്ഥങ്ങൾ നോക്കൂ നിങ്ങൾ. ഇസ്ലാമിന്റെ ദർശനമായിട്ട് അവരുടെ മുന്നിൽ നമുക്ക് വെക്കാൻ കഴിയുന്ന ഒരൊറ്റ ടെസ്റ്റ്, വളരെ ലളിതമായി പോക്കറ്റിൽ പോലും കൊണ്ടു നടക്കാവുന്ന ഒരു ടെസ്റ്റ്, ഓൺലി ഖുർആൻ. എത്രയോ ഒരു ചിപ്പ് രൂപത്തിലും കൊണ്ടു നടക്കാവുന്ന ഒരു സാധനം. ഇനി ടെസ്റ്റ് ഒരു ബുക്കായിട്ട് കൊണ്ടുപോകണം, ഇതല്ലേ ഉള്ളൂ. ഈ ഒരു സാധനത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? യൂട്യൂബൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും. ഇവരൊക്കെ വാദപ്രതിവാദത്തിന് പോകുമ്പോൾ ടൈലർ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തിന്? കിതാബ് കൊണ്ടാവാൻ. ഓട്ടോറിക്ഷയിലും ജീപ്പിലും ഒന്നും കൊള്ളില്ല. വലിയ വലിയ വാഹനങ്ങൾ വേണം ഗ്രന്ഥങ്ങൾ കൊണ്ടുപോകാൻ. മറ്റൊരു അങ്ങനെ വരുന്നത്. എന്നിട്ട് എന്താ കാര്യം? ഇല്ല, ഒരു കാര്യമില്ല. കാരണം ഇവരുടെ അടുത്തുള്ള ഗ്രന്ഥത്തിൽ ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഗ്രന്ഥത്തിലുണ്ട് പാടുണ്ടെന്ന് പറയേണ്ടത്. അപ്പൊ ഇന്നലക്കുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഇത് പഠിപ്പിക്കാൻ നമ്മുടെ സമയം എന്തിന് നാം ചെലവഴിക്കണം? നമ്മുടെ കുട്ടികളെ നാം എന്തിന് ഹോമിക്കണം? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, തടസ്സങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ട ഒരാളാണ് ഇബ്രാഹിം. ആ ഇബ്രാഹിം തന്റെ കൂടെയുള്ള ആളുകളെയും അത്തരം ഒരു സമരത്തിലേക്ക് ഇറക്കുവാൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു ഇസ്മായിലിനോട്, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. നിലവിലുള്ള അർത്ഥം അറിയാലോ. ഇസ്മായിൽ നബി അദ്ദേഹത്തിന്റെ മകനായിരുന്നു. മകൻ അദ്ദേഹത്തിന്റെ ഇങ്ങനെ ശരീരത്തിൽ കുപ്പായോ ഷർട്ടൊക്കെ പിടിച്ച് നടക്കാൻ പ്രായമായപ്പോൾ അദ്ദേഹം ചോദിച്ചു, മോനെ, നിന്നെ അറക്കാനുള്ളൊരു പരിപാടി ഉണ്ട്. അറക്കാനെന്ന് സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അഭിപ്രായം? അറക്കണോ വേണ്ടേ എന്ന് മോനോട് ചോദിച്ചു. മോൻ പറഞ്ഞു, ഓക്കെ, അറുത്തോളൂ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അറുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അറക്കാൻ പോയി, അറുത്തില്ല. അങ്ങനെയൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ. അത് നല്ലൊരു രസമുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കഥ. പക്ഷെ ഒരു പ്രവാചകന്മാരിലേക്ക് ചേർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഒരു ശരിയായ തലത്തിലേക്ക് നിങ്ങൾ വരൂ. ഇപ്പൊ ഇവിടെയുള്ള ഈ ഇരിക്കുന്ന ആളുകളോടും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. നമുക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് ആ സ്വപ്നം? അള്ളാഹു മനുഷ്യരിലേക്ക് ജാതി, മത, വർണ്ണ, വർഗ, ഭാഷ, ദേശ വ്യത്യാസമില്ലാതെ അയച്ചു തന്ന ഒരു ഗ്രന്ഥം.
ജാതി നമ്മൾ ഉണ്ടാക്കി, മതം നമ്മൾ ഉണ്ടാക്കി, ഗ്രൂപ്പുകൾ നമ്മൾ ഉണ്ടാക്കി, മതിലുകൾ എന്ന മതങ്ങൾ അല്ലെങ്കിൽ മതങ്ങൾ എന്ന മതിലുകൾ നാം സ്ഥാപിച്ചു. ഇതൊക്കെ നമ്മുടെ വകയാണ്. ദൈവം എങ്ങനെ പറഞ്ഞത്? അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, നിങ്ങൾക്കുള്ള ദർശനം, നിങ്ങളാകുവാൻ, നിങ്ങളെ തൊട്ടുണർത്തുവാൻ, നിങ്ങളെ വിളിച്ചുണർത്താൻ, നിങ്ങളിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്താൻ, നിങ്ങളും മറ്റു മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ ഇതാ നിങ്ങളിലേക്ക് ഒരു ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നു. അത് നിങ്ങളൊന്ന് മറിച്ചു നോക്കൂ. എന്നിട്ട് ഗുണമുണ്ടോ? അതന്നെ ഖുർആന്റെ ശൈലി. കണ്ണ് ചിമ്മാതെ സ്വീകരിച്ചോളൂ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പരിശോധിച്ചോളൂ. ഗുണമുണ്ടോ, നല്ലതാണെന്ന് തോന്നുന്നോ എങ്കിൽ സ്വീകരിക്കൂ. അതല്ല മോശമാണെന്നാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ തിരസ്കരിച്ചോളൂ. ഇതാണ് ഖുർആന്റെ സ്വഭാവം. അങ്ങനെ നമ്മളോട് പറഞ്ഞു. എനിക്ക് നിങ്ങളെന്താ പറയാനുള്ളത്? ഈ ഒരു ദർശനം അനുസരിച്ചുള്ള ഒരു ലോകം നമ്മുടെ മുന്നിൽ സൃഷ്ടിച്ചെടുക്കണം, അതല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടണം. എന്തായിരിക്കും അങ്ങനെ ഒരു ലോകം നിലവിൽ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആളുകളെ നമ്മൾ ഒന്നിന്റെയും പേരിൽ മാറ്റി നിർത്തുന്നില്ല. നീ അതാണ്, നീ ഇതാണ്, നീ അവിടുത്തവരനാണ്, നീ ഇവിടുത്തവരനാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നില്ല. നീ എന്റേതാണ്, ഞാൻ എന്റേതുമാണ്, നമ്മളെല്ലാം ഒന്നാണ്, നമ്മുടെ ലക്ഷ്യം ഒന്നാണ് എന്ന് പറഞ്ഞ് കൂടെ നിർത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒന്നിന്റെയും ഒരു വിഷയത്തിന്റെയും പേരിൽ മാറ്റി നിർത്തുന്നില്ല. അതോടൊപ്പം നമ്മുടെ കടമകൾ, കർത്തവ്യങ്ങൾ യഥാവിധി നാം നിർവഹിക്കുന്നു. നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്നിടത്ത് നാം ഓടിച്ചാടി എത്തുന്നു. നമ്മളെ കൊണ്ടാവും വിധം നാം അത് നിർവഹിക്കുന്നു. നമ്മളെ കൊണ്ടാവാത്ത വിഷയങ്ങൾ ആകുന്ന ആളുകളെ സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ സമീപിച്ചുകൊണ്ട് നാം അത് നേടിയെടുക്കുന്നു. ഒരാളോടും അനീതിയില്ല. ജാതി നോക്കിയിട്ടല്ല, വർണ്ണവും ഭാഷയും നോക്കിയിട്ടല്ല, ഒരാളോടും അനീതിയില്ല. ആരോട് പോലും, ശത്രുവിനോട് പോലും ഇല്ല അനീതി. ഇങ്ങനൊന്ന് ബാക്കി ഞാൻ പറയണ്ട. ഇങ്ങനൊന്നൊരു ആലോചിച്ചു, ഇങ്ങനത്തെ ഒരു ലോകം ഇങ്ങോട്ട് നിലവിൽ വന്നാൽ എന്തായിരിക്കും? പിന്നെന്തില്ല, പടച്ചോനെ പറ്റിക്കുന്ന പരിപാടി തീരിയില്ല അല്ലേ? വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ അതല്ലെങ്കിൽ മന്ത്ര ഉച്ചാരണങ്ങളിലൂടെയൊന്നും പടച്ചോനെ പറ്റിക്കുന്ന ഒരു പരിപാടിയില്ല. അതൊക്കെ പടച്ചോ നേരത്തെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഒക്കെ ഇങ്ങനെ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് കർമ്മങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ മാറിയിരിക്കുന്ന പരിപാടിയുമില്ല. പിന്നെ നമ്മളാണ് ഗാഥയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അങ്ങോട്ട് പ്രവർത്തിക്കുകയാണ്. അതല്ലാതെ ഒന്നും പടച്ചോൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നില്ല. നമ്മളെ ഏൽപ്പിച്ച പണി നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവാ. ഈ അവസ്ഥ ഇബ്രാഹിമും സ്വപ്നം കാണുകയാണ്. ഇന്നി അറാഫിൽ മനാമി. എന്താ മനാം എന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം സാഹിത്യത്തിലൊക്കെ നിറയെ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്, അറബി സാഹിത്യത്തിലൊക്കെ. മനസ്സിലായോ? മുസ്ലിങ്ങളായ അറബികളും അമുസ്ലിങ്ങളായ അറബികളും ഉപയോഗിച്ചതാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ്. മനാം, സ്വപ്നം, ആഗ്രഹം. ഇന്നി അറാ ഫിൽ മനാമി. എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണത്? ഈ ഒരു ഗാഥയിലേക്ക് നിന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന്, നിന്നെ കൂടി ഇറക്കണമെന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്, എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ഇത് മനസ്സിലാക്കിയതിന്റെ പേരില്ല മോഹൻ പറഞ്ഞത് ആയിക്കോട്ടെ എന്ന്. കഴുത്തറക്കാൻ പോയി പണിയോക്കണമെന്ന് അറിയില്ല. ഏത് മോനാ പറയാ? ആ മോനെ നിങ്ങളൊന്ന് കാണിച്ചു തരും. സ്വന്തം ബാപ്പ മോനോട് പറയാണ്, മോനെ എന്നെ കസാപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ സ്വപ്നം കണ്ടിട്ടെന്നാ പറഞ്ഞത്. എമ്മാതിരി പണിയാണെന്ന് ആലോചിച്ച് നോക്കി. ആ സ്വപ്ന കണ്ടത് എനിക്കും കണ്ടുകൂടെ? നിങ്ങൾ അറക്കണമെന്നൊരു സ്വപ്നം മോനൊക്കെ കണ്ടുകൂടാ? വാപ്പാനി ഒന്നും അറക്കണമെന്നൊരു സ്വപ്നം. സ്വപ്നത്തിന് ചിലവൊന്നുമില്ലല്ലോ, തീരെ പൈസ ചിലവില്ലാത്തൊരു സാധനമാണ്. അപ്പൊ ഇങ്ങനെ സ്വപ്നം കണ്ടാണോ? അല്ല. ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു ഭാഷയാണ്, എനിക്കൊരു വീട് ഉണ്ടാക്കുന്ന ഒരു സ്വപ്നമുണ്ട്. എന്താ ചെയ്യേണ്ടത്? സ്വപ്നം കാണുന്നു അല്ലേ? നാളും കാണുന്ന സ്വപ്നം വീടുണ്ടാക്കണം, മറ്റന്നാളും സ്വപ്നം തന്നെ കാണുക, വീടുണ്ടാവുമോ? ഉണ്ടാവൂല. എന്ത് വേണം? ആ ആഗ്രഹം, സ്വപ്നം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, അവന്റെ ആ പ്രതീക്ഷ, അതിലേക്ക് അവൻ എത്തണ്ടേ? എന്തെല്ലാം പാടുണ്ട് ഒരു വീടുണ്ടാക്കാൻ? അതിൻ്റെതായ സ്ഥലം കാണണം, അവിടെ ഒരു പ്ലെയിൻ ഉണ്ടാക്കി മറ്റേ തറയുണ്ടാക്കണം, അങ്ങോട്ട് കല്ലും മണ്ണും മണലും സിമെന്റും ഇതെല്ലാം എത്തണം. ഇതൊക്കെ സ്വപ്നത്തിലൂടെ നടക്കുകയാണെങ്കിൽ ലോകം എന്നോ എന്തൊക്കെ ആയിപ്പോയേനെ. അതെ. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്, ഒടുങ്ങാത്ത ആഗ്രഹം. ഇതാണ് ആഗ്രഹമെന്ന് ആർക്ക് മനസ്സിലായി? ഇസ്മായിൽ മനസ്സിലായി. മകനാണോ മകളാണോ അവിടെ നിൽക്കട്ടെ, ഈ ഇസ്മായിൽ മനസ്സിലായി കാര്യം. ഓഹോ, അങ്ങനെ ഉണ്ടോ? അപ്പോ ഒന്നുകൂടി ശ്രദ്ധിക്കണം അവിടെ. ഫലമ്മ ബല
ഫലമ്മ ബലഗ മഅഹു അസ്സഅയ. ഇവിടെ ഒരു വേർഡ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പണിക്ക്, ഈ ഒരു പണിക്ക് പ്രാപ്തി നേടിയപ്പോഴാ പറഞ്ഞത്. ഏതെങ്കിലും മണ്ടനെയും മടുകൊണ്ടയും വിളിച്ചിട്ട് പറഞ്ഞതല്ല. തന്റെ കൂടെ കുറച്ചു കാലം ഇസ്മായിലിനെ നിലയുറപ്പിച്ചപ്പോ ഇസ്മായിലിനെ ഇതിന് കൊള്ളാം, ഇതിലേക്ക് ഇറക്കാൻ ഇസ്മായിലിനെ കൊള്ളാം. ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നു, നമ്മുടെ അടുത്ത് കുറച്ച് ക്യാഷ് ഉണ്ട്, അപ്പൊ നമുക്കൊരു പാർട്ട്ണറെ കിട്ടിയാൽ കൊള്ളാം എന്ന് നമ്മൾ ആലോചിക്കാം. ആരെ നമ്മൾ നോക്കുക? ഒരു തന്നോടില്ലാതെ നടക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ വിളിച്ച് നമ്മൾ പറയും, എടോ നമ്മൾ ഇങ്ങനെ പരിപാടിക്ക് കൂടിക്കോ? ഇല്ല. പിന്നെന്തോ ബിസിനസ് ചെയ്തും ആ നിലക്ക് മറ്റേ കാര്യങ്ങളൊക്കെ നീക്കിയും അതിൽ കഴിവ് തെളിയിച്ചുള്ള ഒരാളെ നമ്മൾ കണ്ടാൽ ഇവനെ കിട്ടിയാൽ കൊള്ളാം എന്ന് നമ്മൾ ആഗ്രഹിക്കൂലേ? അപ്പൊ അങ്ങനത്തെ ഒരാളിനെ ഇസ്മായിലിനെ ഇബ്രാഹിമിനെ ബോധിച്ചു. ഇബ്രാഹിം പറഞ്ഞു, നിനക്കതിന് താല്പര്യമുണ്ടോ? ഫലമ്മാ ബലഗ മഅഹു അസ്സഅയ. അധ്വാനത്തിന് സഅയ എന്നാണ് എന്താ? സഅയ എന്ന് പറഞ്ഞാൽ അധ്വാനമാണ് എന്ന് നമ്മളെ ആരെ പഠിപ്പിക്കേണ്ടത്? ആരാ പഠിപ്പിക്കേണ്ടത്? ഒന്ന് പറയും. ആരാ? ഖുർആൻ തന്നെ കിട്ടണ്ടേ? ഖുർആൻ തന്നെ കിട്ടണ്ടേ? അത് കിട്ടുമ്പോഴേ നമുക്കൊരു സുഖമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ അധ്വാനം എന്ന് പറഞ്ഞാൽ അതിന് സഅയിന് അധ്വാനം നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത് എന്ന് ചോദിച്ചാൽ അത് ഖുർആനിലുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ സൂറത്ത് ഇസ്രാ ഒന്ന് മറിച്ച് നോക്കുക. ഇസ്രാ 17-ാമത്തെ അധ്യായം. അപ്പൊ അതിൽ കാണാം, വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഒരൊറ്റ മനുഷ്യനും ലഭിക്കുകയില്ല ഇല്ലാ മാ സഅ, അവൻ അധ്വാനിച്ചതല്ലാതെ. വഇന്ന സഅയഹു, വീണ്ടും വഇന്ന സഅയഹു സൗഫ യുറാ. നിശ്ചയം അവന്റെ അധ്വാനം അവന് കാണുക തന്നെ ചെയ്യും അതിന്റെ ഫലം. എനിക്ക് എന്റെ മറ്റേ തലക്ക് വെക്കാൻ എനിക്ക് ഏറ്റവും നല്ലതേതാ? എന്റെ കൈ അല്ലേ? എന്റെ കൈ എനിക്ക് കുറേ നേരം വെക്കാം, അത് കടഞ്ഞാലോ കൈയൊന്ന് മാറ്റി വെക്കാം. നിങ്ങളുടേത് വെച്ചാലോ, നിങ്ങളുടെ കൈയൊന്ന് ഞാൻ എടുത്തു വെച്ചാലോ എത്ര നേരം വെക്കും അല്ലേ? നമ്മളൊന്ന് ഉറങ്ങിക്കണമെന്ന് കൈയൊന്ന് വലിക്കാൻ കാത്തിരിക്കൂലേ? അപ്പൊ അതിന് ഒരു സമയവും സന്ദർഭമുണ്ട്. ലിമിറ്റഡ് ആണത്. അൺലിമിറ്റഡ് ആയിട്ട് വെക്കണമെങ്കിൽ അവനാന്റെ കൈ വേണം. അതിങ്ങനെ കുറച്ച് കടഞ്ഞ മറ്റത് മാറ്റി വെക്കാം. അപ്പോൾ നിശ്ചയം ലൈസ, ഇല്ലേ ഇല്ല, ലിൽ ഇൻസാനി, ഒരൊറ്റ മനുഷ്യനും എന്തില്ല, ഇല്ല മാ സഅ, അവൻ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ന സഅയഹു, അവന്റെ അധ്വാനമാണെങ്കിലോ സൗഫ യുറാ, താമസിയാതെ അതിന്റെ ഫലം അവൻ ആസ്വദിക്കും. എന്തധ്വാനം? എന്തധ്വാനം? നല്ല അധ്വാനാണോ നല്ല ഫലം, ചീത്ത അധ്വാനമാണോ ചീത്ത ഫലം? അത് സംശയമില്ലല്ലോ. എന്തൊരു ഒരു കാര്യമാണെങ്കിലും അത് അതിൻ്റെതായ റൂട്ടിലൂടെ നാം പോയി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരും, മറ്റേതാണെങ്കിൽ അതിന്റെ റിസൾട്ടും വരും. അപ്പോ ഫലമ്മാ ബലഗ, അല്ല ഇങ്ങോട്ട് വരും, ഫലമ്മാ ബലഗ മഅഹു അസ്സഅയ. ഉണ്ടോ? ഇതാണ് സഅയ്. മക്കത്തൊരു സഅയ് നമ്മൾ കേട്ടിട്ടില്ലേ? നല്ല അധ്വാനാണ്. അതൊരു അധ്വാനാണ്, ഒരു എക്സസൈസ് അല്ലേ? സഫാ മറുവിന്റെ ഇടയിലുള്ളൊരു സഅയ് അധ്വാനാണ്. മനസ്സിലായോ? ശരീരമൊക്കെ ഒന്ന് കൊളസ്ട്രോളൊക്കെ ഒന്ന് പോകാൻ നല്ലതാണ്. അവിടെ തന്നെ ഓടണമെന്നില്ല, എവിടെ ഓടിയാലും നടക്കും. അവിടെ ഓടുമ്പോൾ വീഴൂല. എന്ത് നിലത്തുള്ളൊന്നും തട്ടി വീഴും, ആളെ തട്ടി ചിലപ്പം വീഴും. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഓടണമെങ്കിൽ ഓടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇത് ശ്രദ്ധിക്കൂ. ഫലമ്മാ ബലഗ മഅഹു അസ്സഅയ, അദ്ദേഹത്തിന്റെ കൂടെ. ഈ കൂടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റെ കൂടെയുള്ള ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ശത്രുവിനെ ഞാൻ അങ്ങനെ പറയില്ല, അവൻ എന്റെ കൂടെയുള്ള ആളാന്ന് പറയില്ല. അവൻ ഞാൻ അറിയുന്ന ആളാന്ന് പറയും. എനിക്കറിയാം ആളിനെ എന്ന് പറയും. ആള് എന്നെ അറിയാം, എനിക്കറിയാം, പക്ഷെ എന്റെ കൂടെയുള്ള ആളാണ് എന്റെ ശത്രുവിനെ പറ്റി ഞാൻ പറയില്ല. പിന്നെ ആരെ പറ്റിയാ പറയാ? എനിക്ക് ഗുണമുള്ള, എന്റെ കാര്യങ്ങൾ എന്നെ സഹായിക്കുന്ന, എന്റെ ആദർശം സ്വീകരിക്കുന്ന, അതല്ലെങ്കിൽ എന്റെ എന്താ പറയാ പുരോഗതിയിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറയും, അവൻ എന്റെ ആളാണ്, അവൻ എന്റെ കൂടെയുള്ള ആളാണ്. ഇതേപോലെ ഫലമ്മാ ബലഗ മഅഹു അസ്സഅയ, അബ്രഹാമിന്റെ കൂടെ ജോലി ചെയ്യാൻ, വർക്ക് ചെയ്യാൻ അദ്ദേഹം പ്രാപ്തനാണ്. ആ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ മാത്രമാണ് ഇത് ചോദിക്കുന്നത്. ആ ഒരു പ്രാപ്തി അദ്ദേഹത്തിന് എത്തിയത് കൊണ്ടുമാണ് ഓക്കെ
എന്ന് അദ്ദേഹം മൂളിയത്. അദ്ദേഹം അതിന് വശംവദനാകുന്നത്. അപ്പോ മനാമ്, സ്വപ്നം, ആഗ്രഹം, അദ്ദേഹത്തിന്റെ പ്രതീക്ഷ, ഇതാണ്. ഇങ്ങനെ ഒരുപാട് 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 വിഷയങ്ങളുണ്ട്. അപ്പോ ഇതൊക്കെ നമുക്ക് എവിടുന്നേ കിട്ടൂ? ഖുർആനിൽ നിന്ന് മാത്രമേ കിട്ടൂ. അതേസമയത്ത് നേരത്തെ പറഞ്ഞ മദ്രസയിലേക്കും മറ്റു മതപഠനശാലകളിലേക്കും പറഞ്ഞയച്ചാൽ നമുക്ക് ആദ്യം മരവിച്ചു പോകുന്ന ഒന്ന് മനുഷ്യത്വമാണ്. നമ്മുടെ കുട്ടികളെ നാം കൊല്ലുകയാണ്. അതായത് കുട്ടികളെ മരവിപ്പിക്കുകയാണ്, ബുദ്ധി നശിപ്പിക്കുകയാണ്, എല്ലാ അർത്ഥത്തിലുള്ള കഴിവുകൾ നാം നശിപ്പിക്കുകയാണ്. കുട്ടി പിന്നെ എവിടെ എത്തിയെന്നാൽ ആദ്യം തന്നെ എത്തണം. കുട്ടി മുസ്ലിങ്ങൾ, ഞങ്ങൾ മുസ്ലിങ്ങൾ സ്വർഗത്തിന്റെ ആളുകൾ, നരകത്തിൽ തീരെ കടക്കാത്തവർ എന്ന അവസ്ഥയിലേക്ക് കുട്ടി എത്തുകയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം എന്താണ് നിങ്ങൾ ചോദിക്കും. സ്കൂള് മറ്റേ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളാണ്. അപ്പോ സ്കൂളിൽ മറ്റു വിദ്യാഭ്യാസങ്ങളൊന്നും, സ്കൂളിന്റെ വിദ്യാഭ്യാസമാണെന്ന് നമ്മുടെ ധാരണ. എല്ലായിടത്തും അങ്ങനെയാണ്, ചിലയിടത്തൊക്കെ വളരെ അപൂർവമായിട്ടുണ്ട്. പക്ഷെ അവിടെ വ്യത്യാസമുണ്ട്. ഒരു പീരീഡ് മതം പഠിപ്പിക്കാൻ വേണ്ടി ഒരു സമയമുണ്ട്. അപ്പൊ ഭാഷ പഠിപ്പിക്കാന്നാണ് അവരുടെ പറച്ചിൽ, പക്ഷെ മതം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന്റെ ആ ഒരു നോക്കൂ നിങ്ങൾ, 24 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മണിക്കൂർ പഠിക്കുന്ന ആ ഒരു വ്യത്യാസവും ഒരു ദിവസത്തിൽ ഒരു പീരീഡ് മാത്രം പഠിച്ചതിന്റെ ഒരു വ്യത്യാസവും അവിടെയും ഉണ്ട്. വിശന്നർത്ഥം. മറ്റെന്താണ് ഈ ഹിന്ദുക്കൾക്ക് എന്താ പ്രശ്നം? എൻ്റെ മോള് ചോദിച്ചത് 1ാം ക്ലാസ്സിലാണ്, 2-3 വർഷം. ഞാൻ പറയാം എന്താ പ്രശ്നം? കൂടെയുള്ള കുട്ടികളൊക്കെ പറയലുണ്ട് മറ്റെന്താണ് ഹിന്ദുക്കൾ, അത് ഹിന്ദു ആണ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് തോന്നി എന്താ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു ആണ്. അപ്പൊ ഹിന്ദു എന്താണെന്ന് എൻ്റെ ഉപ്പാനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ മോളെ അങ്ങനെ പറയാൻ പാടില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവുന്ന അന്നത്തെ ഭാഷ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത് ഇങ്ങനെ മാറുന്നില്ല. ഇതിങ്ങനെ അതിന്റെ മൂർധന്യത്തിലേക്ക്, ക്ലൈമാക്സിലേക്ക് എത്തിപ്പോവാൻ. അങ്ങനെ ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പരിപൂർണ വർഗീയവാദിയായി മാറും ആ കുട്ടി. ഈ വർഗീയവാദി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, കണ്ടവനെ പോയി കൊല്ലാൻ വേണ്ടി വാളെടുക്കുന്നവന്ന അല്ല. അതൊക്കെ അതിന്റെ മറ്റൊരു തലങ്ങളാണ്. ആദ്യത്തേത് ഓ മുസ്ലിം അല്ല എന്നുള്ള ആ പറച്ചിൽ തന്നെയാണ്. മനസ്സിലായി? ഞാൻ ഇസ്ലാമിലാണെങ്കിൽ ഓക്കെ. ഒറിജിനൽ ഇസ്ലാം എന്ന് പറയുന്ന വാക്ക് നിങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതല്ലേ? ആ വേർഡിൽ പോലും നമ്മളെ കളിപ്പിച്ച കളി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നേരത്തെ കേൾക്കാത്ത ആളുകൾ ഇവിടെ ഉള്ളതിന്റെ പേരിൽ മാത്രം ഞാൻ പറയാണ്, ചെറിയ കുറച്ച് സമയം മാത്രം ഇതിനെടുത്തുകൊണ്ട്. ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? അറബി ഭാഷയിൽ വാക്കുകൾ 2ആയി തിരിക്കപ്പെട്ടിട്ടുണ്ട്. വാക്കുകൾ മൊത്തം 2ആയി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മറ്റൊരു വ്യക്തിയുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്നത്, മറ്റൊന്ന് മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടിയേ പറ്റൂ, എന്നാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഇങ്ങനെ 2 ആയിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. 1 ഇസ്ലാം, 2 ഈമാൻ. അത് രണ്ടും ഏതിൽപ്പെട്ടതാണ്? മറ്റൊരു കക്ഷിയുടെ സാന്നിധ്യമില്ലാതെ ചെയ്യാൻ പറ്റാത്തതിൽ പെട്ടതാണ്. അറബി ഭാഷയിൽ പറഞ്ഞാൽ ലാസിമെ മുതഅദ്ദി എന്ന് പറയും. ലാസിം എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ആവശ്യമില്ലാതെ സ്വയം നിലനിൽക്കാൻ സാധിക്കുന്നത്. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യത്തോടു കൂടി മാത്രം സാധിച്ചെടുക്കാൻ കഴിയുന്നത്. ഉദാഹരണം, അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു, ഞാനും നിങ്ങളും അവിടെയുണ്ട്. തീപിടുത്തം ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? തീ പിടിച്ചപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടു. എന്തിന്? എന്താ ഓടി രക്ഷപ്പെടാൻ കാരണം? എനിക്ക് തീരെ ചൂട് കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? ഓടാതെ അവിടെ നിന്നു. എന്നിട്ട് അവിടെ തീ പിടിക്കാൻ സാധ്യതയുള്ള ആളുകളെ രക്ഷപ്പെടുത്തി. നിങ്ങൾക്കുള്ള പേരെന്താണെന്നറിയോ? ഖുർആനികമായിട്ടും ഭാഷാപരമായിട്ടും നിങ്ങളുടെ പേര് മുഅ്മിന് എന്നാണ്, അഥവാ ഈമാൻ ഉള്ളവൻ എന്നാണ്. എന്റെ പേര് ആമിൻ എന്നാണ്. ആമിൻ എന്ന് പറഞ്ഞാൽ സ്വയം രക്ഷപ്പെട്ടോടിയവൻ, സ്വയം രക്ഷ പ്രാപിച്ചവൻ. വളരെ കുറഞ്ഞ വാക്കുകളിൽ മനസ്സിലാക്കാനാണ്. കണ്ടോ? എന്റെ പേരെന്താണ്? എനിക്ക് അറബിയിൽ ഖുർആനികമായിട്ട് എന്റെ പേര് ആമിൻ, സ്വയം സുരക്ഷിതത്വം നോക്കിപ്പോയവൻ. അപ്പോ സ്വയം സുരക്ഷിതത്വം മാത്രം ലാക്കാക്കി അവിടുന്ന് പരിസരം വിട്ടു ഓടിയവൻ ആമിൻ. മറ്റുള്ള ആളുകളെ സുരക്ഷിതത്വം നൽകിയവൻ അമ്ന്, സെക്യൂരിറ്റി. ഗൾഫിലൊക്കെ സെക്യൂരിറ്റിയുടെ അടിയിൽ എന്താ എഴുതിയിരിക്കുക? അമ്നിതിൽ. അറബിയിൽ അമ്നിതിൽ. എഴുതിയെടുത്ത് ചെറിയ പ്രശ്നമുണ്ട്, ഭാഷാപരമായിട്ട് അവിടെയും തെറ്റുണ്ട്. പക്ഷെ എന്നാലും എലാപ്പും മുത്താപ്പും മക്കളിൽപ്പെട്ട ഒരു അമ്നാണ് അത്. അപ്പോ സ്വയം രക്ഷപ്പെട്ടോടിയവൻ ആമിൻ, മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയവൻ മുഅ്മിൻ.
ഇതേപോലെ മറ്റേ മുസ്ലിം ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നു. വീടില്ലാത്തവരുണ്ട്, മറ്റേ ഭക്ഷണം കിട്ടാത്തവരുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ വകയില്ലാത്തവരുണ്ട്, അങ്ങനെ 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 ഒരുപാട് സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്, ചികിത്സിക്കാൻ പോക്കില്ലാതെ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെയൊക്കെ പോയി സന്ദർശിച്ചു, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ സഹായം നൽകി, വേണ്ടുന്ന ചികിത്സ നൽകി, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി, സ്വന്തം കഴിയാത്ത ആള് മറ്റുള്ള ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ട് ഒക്കെ ഉണ്ടാക്കി. നിങ്ങളുടെ പേരെന്താണ്? അറബി ഭാഷയിൽ മുസ്ലിം. ഖുർആനികമായിട്ട് നിങ്ങൾ മുസ്ലിമാണ്. അപ്പം ഞാനൊരുത്തവരുണ്ട്, ഞാനൊരു വീടൊക്കെ ഉണ്ടാക്കി, കുഴപ്പമൊന്നുമില്ല, മറ്റൊന്ന് വീടുണ്ടോ അതൊന്നും എൻ്റെ കാര്യമല്ല, മറ്റൊന്ന് സുഖം എടുക്കുന്നുണ്ട്, ചത്തോട്ടെ, മറ്റൊൻ്റെ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമില്ല. ഇങ്ങനത്തെ എൻ്റെ പേര് സാലിം എന്നാണ്. സാലിം സാലിം അങ്ങനെ ആള് മൂപ്പര് സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതനാണ്, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ അതാണ് സാലിമ് മുസ്ലിം വ്യത്യാസം, ആമിന് മുഅ്മിന് ഇതിനുള്ള വ്യത്യാസം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണ്? ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ് അർത്ഥം. ഇരുന്നു. ജാലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ എന്നാണ്. നിങ്ങൾക്ക് ഇരിക്കാൻ ഞാൻ വേണ്ടല്ലോ, വേണോ? വേണ്ട. പക്ഷെ നിങ്ങളെ ഇരുത്താൻ ഞാൻ വേണം, അല്ലെ? ഒന്ന് ഇരുത്തണമെങ്കിൽ നിങ്ങൾ സ്വയം ഇരിക്കാൻ വയ്യ, അപ്പൊ അതാ ഒന്ന് ഇരുന്നോളൂ. അല്ലെങ്കിൽ ഇരുന്നോടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കാൻ പറ്റുന്നില്ല, അപ്പൊ എണീപ്പിക്കാൻ എന്ത് വേണം? ഒരാൾ വേണം. അപ്പൊ അത് ക്രിയകർത്താവിനെ മറ്റൊരു ആളുടെ സഹായം ആവശ്യമുള്ള കാര്യം, അതിന് മുത്തഹദ്ദിയാണ്. മുത്തഹദ്ദിയാണ്. മറ്റേ ഇരുത്തുന്നത്. ഇരിക്കുന്നതോ ലാസിമാണ്, ആരും ആവശ്യമില്ല, സ്വയം ഇരിക്കാം, സ്വയം എണീക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾക്ക് മുസ്ലിം എന്ന് പറയണമെങ്കിൽ സലാമത്ത് മറ്റുള്ള ആളുകളിലേക്ക് ചെയ്തവന് മാത്രമേ മുസ്ലിം എന്ന് പറയാൻ പറ്റൂ. സുരക്ഷാബോധം, സുരക്ഷിതത്വം മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ അയാൾക്ക് മുഅ്മിൻ എന്ന് പറയാൻ പറ്റൂ. ഇതെവിടെ? ഒറിജിനൽ അറബി ഭാഷയും ഖുർആനും. ഓക്കെ, ഇനി മതെടുക്കാം. മതെടുത്തു കഴിഞ്ഞാൽ ഒന്നാം നമ്പർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് കലിമ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഒഴിവാക്കി. പൊട്ടൻ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിക്കരുത്, കണ്ടോ? നാവ് കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് ഒഴിവാക്കി പുറത്തേക്ക് പറയണം മുസ്ലിം ആവണമെങ്കിൽ. ഇത് അപ്പൊ പൊട്ടൻ എന്താ ചെയ്യാന്ന് എന്നോട് ചോദിക്കരുത്, കാരണം ആ കഥയുടെ ഉപജ്ഞാവ് ഞാനല്ലാത്തതുകൊണ്ട്. അപ്പൊ അതൊന്ന്. പിന്നെ പറഞ്ഞ നിസ്കാരം, തക്കാരം, അങ്ങനെ 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 ആചാരാനുഷ്ഠാനങ്ങൾ. മറ്റുള്ള ആളുകൾക്ക് എന്ത് ദ്രോഹം ഇവനെ കൊണ്ടുണ്ടായാലും കുഴപ്പമില്ല, മുസ്ലിം തന്നെയാണ് അവൻ. മറ്റുള്ള ആളുകൾക്ക് എന്ത് ഗുണം അവനെ കൊണ്ട് ഉണ്ടായിട്ടില്ലെങ്കിലും അവൻ ആരാണ്? മോമിനാണ്. അവൻ എവിടെ കിടക്കുക? സ്വർഗത്തിലെ കിടക്കുക. ഇതിന് ഒരു തർക്കമില്ല. എവിടെ? സുന്നി മതത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം മതം എന്ന് നമുക്ക് പരിചയമുള്ള ആ മതത്തിൽ ഒരു തർക്കമില്ല ഈ പറഞ്ഞതിനൊന്നും. പക്ഷേ ഇസ്ലാമിൽ തർക്കമുണ്ട്. ഇസ്ലാമിലുള്ള ആകെയുള്ളൊരു തർക്കം ഒരു ആചാരത്തെയും ഒരു അനുഷ്ഠാനത്തെയും ഖുർആൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ആരാധന കാണുമ്പോൾ പ്രസാദിക്കുന്നവനല്ല ദൈവം, എന്തെങ്കിലും ആരാധനാമുറകളെ കൊണ്ട് പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നവനുമല്ല ദൈവം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത്, മദ്രസയിൽ കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ വിചാരിച്ച് ഇന്ന് ക്യാൻസൽ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക. പോയിട്ടുണ്ടെങ്കിൽ, പോകാത്തവരാണെങ്കിലോ അൽഹംദുലില്ലാഹ് ഇത്രയും കാലം പറഞ്ഞേക്കാത്തതിൽ നമ്മൾ സന്തോഷിക്കുക. ഒരു തർക്കൂല്ല അതില്. മനസ്സിലായല്ലോ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞവർക്ക് സമ്മാനം കൊടുക്കണം. ഒരു സംശയം കരുതണ്ട. അത് പറഞ്ഞവൻ മാർക്സ് ആണോ അതല്ല വേറെ ആരാണോ നോക്കേണ്ട വിഷയമല്ല. അപ്പറഞ്ഞത് കാര്യമാണ്. മതം ഇസ്ലാമിനെ പറ്റി ആള് അതൊരിക്കലും പറയില്ല. എനിക്ക് ഉറപ്പുണ്ട് എന്തെന്ന്, ഇസ്ലാം കമ്മ്യൂണിസം കടമെടുത്തത് ഇസ്ലാമിൽ നിന്നാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അതിന്റെ ഞങ്ങൾ തന്നെയാണ് അതിന്റെ ആളുകൾ ഉപജ്ഞാതാക്കൾ എന്ന് പറയാൻ വേണ്ടി എവിടുന്ന എടുത്തതെന്ന് പറഞ്ഞില്ല. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ആശയം എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. നമുക്കതിൽ സന്തോഷമുള്ളൂ. നമ്മുടെ ഖുർആനിന്റെ ആളുകളായിട്ട് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ആളുണ്ട്. അതല്ലാത്ത ചില ആളുകളുണ്ട്, അവർക്കും ഈ ആശയം കിട്ടി. പക്ഷെ കിട്ടിയത് ഇവിടെ നിന്നാണ്, ഇതിൽ നിന്നാണ് ഒന്നും പറയാതെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ഒന്നല്ല അവിടെ ആവശ്യം. നമുക്കൊരു ക്രെഡിറ്റും ആവശ്യമില്ല. ഈ സമൂഹം നന്നായാൽ നമ്മൾ കൃതജ്ഞരാണ്, നമുക്ക് നന്ദിയുള്ളവരാണ്, നമുക്കത് സന്തോഷം ഉണ്ടാവണം.
കാരണം അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമുദായം നന്നായാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം സമൂഹത്തിന് മൊത്തത്തിലാണ്. ഒരു കുടുംബത്തിലോ സമുദായത്തിലോ മാത്രമല്ല, ലോകത്തിന് മൊത്തം. അപ്പൊ കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ജനങ്ങൾ ദൈവം എന്താണെന്ന് മനസ്സിലാക്കാത്തതിലും ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാത്തതിലും ലക്ഷ്യബോധമില്ലാതെയും ജീവിക്കുന്ന വിഷയത്തിൽ ജനങ്ങളൊക്കെയും അതൊക്കെ കണക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു അവരുടെ കാര്യം. അതൊക്കെ കണക്ക്, അതൊക്കെ ഒന്നെന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ ഒരു കോലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അള്ളാഹു നിയോഗിക്കുന്നു അന്നബിയീന, നബിമാരെ. ആരാ നബി? നബി ആരാ? ഇവിടെ നമ്മൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടായി. നബി ആരായിരിക്കണം എന്ന് ആദ്യം നമ്മോട് സംശയം ജനിപ്പിച്ചത് ആരാന്നറിയോ? മക്കത്തുണ്ടായിരുന്ന കുറച്ച് ആളുകളാണ്, മക്കത്തെ സുന്നികൾ. എന്താ മക്കത്തെ സുന്നികൾ പറഞ്ഞത്? മക്കത്തെ സുന്നികൾ പറഞ്ഞു, ഇദ്ദേഹമാണോ പ്രവാചകൻ? ബഅസല്ലാഹു ബശറൻ റസൂല, ഒരു മനുഷ്യനെ അല്ലാഹു പ്രവാചകനായി പറഞ്ഞേക്കുകയോ? യംശി ഫിൽ അസ്വാഖ് വയഅകുലു തആം, ഇയാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഇയാൾ ഇവിടൊക്കെ ഇങ്ങനെ അങ്ങാടിയിലൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇയാൾ എങ്ങനെ പ്രവാചകനാവും? അപ്പൊ പ്രവാചകനാകാൻ എന്ത് വേണം? ഒരു 10 കണ്ണ്, ഒരു 4 തല, ഒരു ഗണപതി ആകണം എന്നൊരു ഒരു വിശ്വാസം അവർക്കുണ്ടായി. ഇതന്നല്ലേ നമുക്കുണ്ടായത്? എന്താണ് നബി, എന്താണ് നബുവത്ത്, എന്താണ് റസൂൽ, എന്താണ് റിസാലത്ത്? ഇതൊക്കെ വേറെ ഒരു പ്രാകൃതമായ തരത്തിൽ നമുക്ക് പരിചയപ്പെടുത്തപ്പെടും. അപ്പൊ എന്തായി? ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നല്ലോ, ഇല്ലേ? ജിന്ന്, മലക്ക് ഒക്കെ ചർച്ച ചെയ്തല്ലോ, കേട്ടില്ലേ നിങ്ങൾ? ഒന്നില്ലേ? ഇതിലൊക്കെ നമുക്ക് എന്തുണ്ടായത്? ജിബ്രീലിന് എത്രയോ ചിറക്, ജിബ്രീലിന് ചിറകിന് കണക്കില്ല എന്നാണ്. അത് അറിയില്ല, ആർക്കും അറിയില്ല ജിബ്രീലിന് എത്ര ചിറകുണ്ട്. വേറെ ചില ആളുകൾക്ക് 3, 4, 7 അങ്ങനൊക്കെ ഉണ്ട്. അയാള് നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയില്ലേ, അയാൾ പറക്കും. എന്താണ് പറഞ്ഞത്? അവൻ പറക്കും, അവൻ കില്ലാടിയാണ്, അവന്റെ കഴിവ് തെളിയിക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു കാക്ക പറഞ്ഞു കഴിഞ്ഞു, എന്താ അവിടെ എനിക്ക് കണ്ണുണ്ടോ? കണ്ണില്ലേ? അവനക്കുണ്ടോ ചിറക് എന്ന് ചോദിച്ചാൽ? അപ്പൊ ആ ചോദിച്ച ആൾക്ക് എന്തുണ്ട്? കണ്ണുണ്ട്, പക്ഷെ എന്തില്ല? കൽപ്പില്ലാതെ പോയി. അവിടെയാണ് ആ പ്രശ്നം വരുന്നത്. അപ്പൊ ആ പറക്കുന്ന ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് ഖുർആനിൻ്റെത് മാത്രമല്ല, അറബി ഭാഷയുടെയും എന്തിന് നമ്മുടെ മലയാള ഭാഷയുടെയും ഒക്കെ തന്നെ അതിന്റെ സ്വഭാവമാണ്, ഓരോ ശൈലിയിൽ. അപ്പൊ അതന്നെ ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ചർച്ച ചെയ്യുക. അതിന്റെ റൂട്ട് എടുക്കില്ല, അതിന്റെ അടിസ്ഥാനം പരിശോധിക്കില്ല, അത് വന്ന വഴി, അതാളുടെ റൂട്ട്, അതൊന്നും ഇവർക്ക് ബാധകല്ല. അപ്പോ നബിയീന മുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുമുൽ കിതാബ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കാര്യങ്ങൾ പറഞ്ഞത്. പ്രവാചകന്മാരൊക്കെയും ജനങ്ങളോട് പറയുന്നത് ഒരു വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ തെളിവ്? ആ തെളിവ് കേവലം ഒരു ഗ്രന്ഥം തെളിവ് മാത്രമല്ല, പിന്നെ എന്താണത്? അവരുടെ മുന്നിൽ അങ്ങോട്ട് വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അത് എന്തിലൂടെ? വർത്തമാന കാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള സംഭവ വികാസങ്ങൾ പോലും അവരുടെ മുന്നിൽ ഇറക്കി വെച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, തിന്മ അത് മനുഷ്യനെ നശിപ്പിക്കും, എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കും. അതാദ്യമായി അതിന്റെ സ്വഭാവ ദൂഷ്യം അവന്റെ സ്വന്തം ജീവിതത്തിൽ, പിന്നെ അവന്റെ കുടുംബത്തിൽ, പിന്നെ അവന്റെ സമൂഹത്തിൽ, പിന്നെ അവന്റെ അങ്ങനെ ശരീരത്തിൽ മൊത്തം വ്യാപിക്കും. നന്മക്ക് മറ്റൊരു സ്വഭാവമുണ്ട്. ആ നന്മ സ്വയം മനുഷ്യനെ പരിപോഷിപ്പിക്കും. അവൻ ഉൾക്കൊള്ളുന്ന സമുദായത്തെ അവൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ. ഈ സമുദായം നമ്മൾ ഇടക്കിടക്ക് വരുന്നത് ആ ഒരു കൾച്ചർ നമുക്ക് ഉള്ളത് കൊണ്ടാണ്. ഖുറാനികമായിട്ട് ആ ഒരു ഭാഷ ഇല്ല കേട്ടോ. ഖുറാനികമായിട്ട് ഒറ്റ ഭാഷയുള്ളൂ, സമൂഹം എന്ന്. യാ അയ്യുഹന്നാസ് വഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ. വലിയ ഒരു ആശയമാണ്. നമ്മൾ ആ ആശയത്തെ മുമ്പ് പരിചയപ്പെട്ടത് ലോകത്തിലെ ആളുകളെ വിളിച്ചുകൊണ്ട് മുഴുവൻ നിസ്കരിക്കാൻ പറഞ്ഞതാണ്. ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും ജൂതനോടും മതമുള്ളവനോടും ഇല്ലാത്തവനോടൊക്കെ നിസ്കരിക്കൂ, നിങ്ങൾ ഹജ്ജ് ചെയ്യൂ എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടത്.
ഖുർആൻ വിളിച്ചു പറഞ്ഞത് കൊണ്ട് മനുഷ്യനെന്ന് ആർക്കൊക്കെ പറയാൻ പറ്റുന്നുവോ അവരെ വിളിച്ചുകൊണ്ട് പറയാൻ ഉഅ്ബുദൂ റബ്ബക്കും. നിങ്ങൾക്കൊരു വ്യവസ്ഥയുണ്ട് ഇവിടെ. ആ വ്യവസ്ഥയുടെ സ്വഭാവം എന്താണ്? അതിന്റെ പ്രത്യേകത എന്താണ്? അത് ആ വ്യവസ്ഥയോട് നിങ്ങൾ മുഖം തിരിഞ്ഞു നിന്നാൽ ആ വ്യവസ്ഥ നിങ്ങളോട് പ്രതികരിക്കും. ആ വ്യവസ്ഥയെ നിങ്ങൾ ശിരസ വഹിച്ചാൽ ആ വ്യവസ്ഥ നിങ്ങൾക്ക് അനുകൂലമായി പ്രതികരിക്കും. അത് ലോകത്തിന്റെ സ്വഭാവമാണ്. ആ ഒരു സംവിധാനമാണ് ലോകത്ത്, ഇന്ന രാജ്യത്ത് നിന്നല്ല, ലോകത്ത് അള്ളാഹു ഉണ്ടാക്കിയുള്ള വ്യവസ്ഥ അതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷേമം വേണോ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ലതാകണമോ, നിങ്ങൾക്ക് നല്ലൊരു സൊസൈറ്റി വാർത്തെടുക്കണമോ, അതിനെന്ത് വേണം? നിങ്ങൾ സന്നദ്ധരാണ്. ഖുർആനിൽ ഒരുപാട് മുസ്ലിംമാരെ പടച്ചുവിടാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ആയത്ത് കേട്ടോ നിങ്ങൾ. ഒരുപാട് മുസ്ലിംമാരെ തന്നെ പടച്ചുവിടാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ആയത്തുണ്ട്. അള്ളാഹു ആദ്യം ഉണ്ടാക്കിയതല്ല, മുസ്ലിംമാർ അതിനാണ് അങ്ങനെ ആക്കി. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിലവിലുള്ള അർത്ഥം സത്യം കൊണ്ട് കൽപ്പിക്കുകയും അസത്യത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്നാണ് കേട്ടോ. നിലവിൽ എന്താ പറയുന്നത് ഇപ്പോൾ പരിശോധിച്ചോളൂ. അതിന് ഗ്രൂപ്പ് വ്യത്യാസമൊന്നുമില്ല, എല്ലാ ലെവലാക്കി കണക്കാണ് ആവശ്യം. തമാശ പറയുന്നതല്ല. ഖുർആനിനോട് കാണിച്ച ക്രൂരത, ആ ക്രൂരതയിലൂടെ സമൂഹത്തോട് കാണിച്ച ക്രൂരത അത് വമ്പൻ ഭയങ്കരമാണ്. എന്നതിന്റെ ശരിയായ അർത്ഥം കേട്ടോളൂ. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ്. മൂല്യമുള്ള ആദർശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറണം. നോക്കൂ, നിങ്ങൾ അങ്ങനെയാകണം. കാന എന്ന് പറയുന്ന ഫിഅല് താമുണ്ട്, നാഖിസുണ്ട്. മനസ്സിലായോ? കാന എന്ന് പറഞ്ഞാൽ കാന സയ്യിദുൻ ഫാസിഖൻ, ആ സെയ്ദ് എന്ന് പറയുന്ന ആൾ ഒരു മോശക്കാരനാണ് എന്ന് പറയുന്നിടത്തുള്ള കാന എന്താണ്? അത് നാഖിസായ താമയാണ്. നാഖിസായ താമക്ക് എന്തുണ്ടാവണം? സെയ്ദ് എന്ന് പറയുന്ന ഒരാൾ, സെയ്ദ് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഒരാൾ വേണം, ഇപ്പുറത്ത് വേറൊരാൾ കൂടി വേണം. അയാൾ സെയ്ദ് ആകുന്നു. എന്താകുന്നു എന്ന് വേണ്ടേ? ഞാൻ ഇങ്ങനെ മുമ്പിൽ പറയുന്നു എന്തെന്ന്, സെയ്ദ് ആകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേപ്പെട്ടു അല്ലേ? സെയ്ദ് ഒരു പണ്ഡിതനാകുന്നു എന്ന് പറഞ്ഞോ, ശരി, നിങ്ങൾക്ക് തൃപ്തിയായി, നിങ്ങൾക്ക് സമാധാനമായി, നിങ്ങൾ മറ്റേ സംശയം നീങ്ങി. നാഖിസായ ഖാന, താമായ ഖാന, അങ്ങനെ രണ്ട് ഖാനുണ്ട്. മനസ്സിലായോ? ഇത് അലങ്കനീയമായ ഭാഷയിലുള്ളതാണ്, നമ്മളത് പഠിച്ചതേ ഉള്ളൂ. അപ്പൊ എന്താ ഇവിടെ? ഇത് പൂർണ്ണമായ പരിപൂർണമായ ഖാനയാണ്. എന്താ അതിന്റെ അർത്ഥം? ഉണ്ടാകുക എന്നാണ്. അപ്പോ വൽതകുൻ മിൻകും, നിങ്ങളാൽ ഉണ്ടായിത്തീരണം. നിങ്ങളാൽ ഉണ്ടായിത്തീരണം. ആര്? ഒരു വിഭാഗം. ഒരു വിഭാഗം തന്നെ ഈ സ്വഭാവമുള്ള ആളുകൾ നിങ്ങളാകണം. എന്താണ് ആ സ്വഭാവം? തഅ്മുറൂന ബിൽ മഅറൂഫ്, മൂല്യമുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യാ? കൽപ്പിക്കല്ല. കൽപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ട്? തഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. അമൂല്യമായ വിഷയങ്ങളെ നിരാകരിക്കുക, അതല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക. ഇങ്ങനെ നിങ്ങളായി മാറണം. ഉണ്ടോ? അത് ഇതുകൊണ്ട് വ്യത്യാസം മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? അതെ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഒരു വിഭാഗത്തിനെങ്ങനെ തോറ്റുപട്ടാളാക്കി തീർക്കാനല്ല പറഞ്ഞത്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനല്ല, നമ്മളായി മാറുക. നമ്മളായി മാറിയാൽ എന്തായിരിക്കും? നമ്മൾ ലോകത്തിന്റെ മുന്നിൽ കുന്തും ഖൈറ ഉമ്മ, കണ്ടോ? ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കും നിങ്ങൾ. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, എല്ലാവർക്കും കൂടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, പുറത്തു കൊണ്ടുവരപ്പെട്ട ഒരു സമൂഹമാണ് നിങ്ങൾ. ആ നിങ്ങൾ
അവിടെയും പറഞ്ഞെന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അവസാനം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ദൈവീക വ്യവസ്ഥയിലൂടെ നിങ്ങൾ സുരക്ഷിതത്വം സ്ഥാപിക്കുക കൂടി ചെയ്യുന്നു. നമ്മൾ അവിടെ എന്ത് ചെയ്തു? പാരയിൽ വെച്ചു. വലിയ പാര അവിടെ വെച്ചത്. എന്താ വലിയ പാര? ഇത് മതി. ഒരാൾ രക്ഷപ്പെടാൻ എന്ത് മതി? 5 6 11 മതി. ഈമാൻ കാര്യം. ചില ആളുകൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കണ്ടോ? പിന്നെ നിൽക്കാറില്ല എന്ന് പറയണ്ട. അങ്ങനെയുണ്ട്. നിസ്കരിക്കാത്തതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല, പക്ഷെ ഇല്ല എന്ന് പറയണ്ട എന്ന് പറഞ്ഞാൽ നുണ പറയണമെന്ന്, സത്യം പറയണ്ടാണ്. ഇതാ പലർത്തുള്ള പ്രശ്നം. അപ്പൊ 5 6 11 കൊണ്ട് സ്വർഗത്തിൽ കടക്കാം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇതാണല്ലോ ധാരണ. എന്നാ നിങ്ങൾ നോക്കൂ, ഇന്ന് വരെ രക്ഷപ്പെട്ടോ ഈ സമൂഹം, ഈ സമുദായം ഇന്ന് വരെ രക്ഷപ്പെട്ടോ? ഇല്ലല്ലോ. ഒന്നാലോചിച്ചാൽ മതി. ഈ നിലയ്ക്ക് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സ്വയം നിയുക്തരായി എന്ന് അവകാശപ്പെടുന്ന പുരോഹിതന്മാർ പോലും ഇന്ന് പ്രതിക്കൂട്ടില്ല. ഞാൻ അവരെ, നമുക്കെന്തുണ്ട് പ്രയാസമുണ്ട് ആ ഒരു കാര്യത്തിൽ. എന്താ കാര്യം? ഒരു 2 3 കുട്ടികളുള്ള ഒരു പുരോഹിതനാണെങ്കിൽ അയാളെ കാര്യം കട്ടപ്പുക അല്ലേ? എന്താ കാര്യം? നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടണം. എന്തിനു വേണ്ടി? ഈ കുട്ടികളെ കെട്ടിക്കാൻ. ഇതാരുണ്ടാക്കി? ഈ വ്യവസ്ഥ ഉണ്ടാക്കിയത് ഈ പുരോഹിതന് പോലും ഭാഗവാക്കാണ്. കണ്ടോ തിരിച്ചു വരുന്നത്? പ്രകൃതിയോട് നാം വികൃതി കാണിച്ചാൽ പ്രകൃതി നമ്മോട് പ്രതികരിക്കുന്ന പ്രതികാരമാണ് കാണുന്നത്. അതേസമയം ധൈര്യസമേതം ജനങ്ങളോട് പറയാൻ സാധിച്ചുവോ? ഈ വ്യവസ്ഥ ഇസ്ലാമിന് അന്യമാണ്, ഇസ്ലാമിന് വിരുദ്ധമാണ്. പെൺകുട്ടികൾക്കും ആണുങ്ങൾക്കും യാതൊരു വ്യത്യാസമില്ല. പെൺകുട്ടികളുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യാം? അവര് സമൂഹത്തിൽ തന്നെ എന്താ ഒരുപാട് ഭാരം ചുമക്കേണ്ടി വരുന്നവരുത്തനായിട്ടില്ലേ കാണുന്നത്? ഒരുപാട് ഭാരം ചുമക്കേണ്ടി വരുന്ന, ഒരു പ്രാരാബ്ദം താങ്ങേണ്ടി വരുന്ന ഒരാളായിട്ട്. ആൺകുട്ടികൾ ഗൾഫിൽ നേരെ തിരിച്ച, പെൺകുട്ടികളുള്ളവൻ വളരെ സന്തോഷവാനാണ്. ഗൾഫിലെ അറബികൾ ആൺകുട്ടികളുള്ളവനോ ആ കാര്യം കട്ടപ്പോകെ. കാരണം ഈ ചെക്കന്മാർക്ക് പെണ്ണെത്തിക്കണ്ടേ? തൊള്ളയെ കൊള്ളാത്ത സ്ത്രീധനം പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഇവർക്ക് പെണ്ണെട്ടിക്കണം. അതുകൊണ്ട് കേരളത്തിൽ സമൂഹ വിവാഹം നാം സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ആരുടെ സംഘടിപ്പിക്കുന്നത്? കുറെ പാവപ്പെട്ട പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് അറബികൾ നടപ്പിലാക്കുന്ന സമൂഹ പാവപ്പെട്ട ചെക്കന്മാരനെ, അറബി പയ്യന്മാരെ വിളിച്ചുകൊണ്ട് ആ സമൂഹ വിവാഹം നടപ്പിലാക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിനെ അലങ്കോലപ്പെടുത്തിയതിന്റെ 2 മുഖം നാം കാണുന്നു ഇവിടെ. വികൃതമായ തരമുഖം, രണ്ടും വികൃതമാണ്, രണ്ടും 2 തലാണെന്നർത്ഥം. ഒന്നവിടെ ആണുങ്ങൾക്കാണെങ്കിൽ ഇവിടെ പെൺകുട്ടികൾ. അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും? പെൺകുട്ടികളെ അഭിമാനത്തോടു കൂടി വലിയ സ്ത്രീധനമായി അറബികൾ കെട്ടിക്കുമ്പോൾ ആ പൈസയുമായി ഇവർ വേറെ പെണ്ണിട്ടാണ്. മക്കൾക്ക് കിട്ടിയ പൈസയിട്ട് വേറെ പെണ്ണ് കിട്ടുന്ന അറബികൾ എത്ര കാണാൻ നിങ്ങൾക്ക്? ആ കഥ പോട്ടെ. അപ്പൊ ഇസ്ലാമിനെ മറ്റു സമൂഹങ്ങളുടെ മുന്നിൽ കൊച്ചായി കാണാൻ ഇനി എന്ത് വേണം? ഇങ്ങനെ ദുരിതം അനുഭവിക്കാൻ നമുക്ക് നമ്മുടെ ആദർശപരമായിട്ട് ചിന്തിച്ചു നോക്കും. ഖുർആനികമായിട്ട് ഒരു ടെൻഷനും ഇല്ലല്ലോ നമുക്ക്. നമ്മൾ ആ കുട്ടികളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ആവശ്യമുള്ള വിദ്യാഭ്യാസം നൽകിക്കഴിഞ്ഞാൽ സത്യത്തിൽ അത് പെൺകുട്ടികളല്ല, അത് പൊൻകുട്ടികളാണ്, പൊന്നിൻ കുട്ടികളാണ് അല്ലേ? അങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നല്ല സംസ്കാരം പഠിപ്പിക്കണം, കൊടുക്കാവുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അത് പെണ്ണായാലും വേണം, ആണാണെങ്കിലും വേണം. പെണ്ണാണെങ്കിൽ മാത്രമല്ല പറയും, ആണാണെങ്കിലും വേണം. ഈ നിലയ്ക്ക് നമ്മൾ ചിന്തിച്ചു നോക്കും. നമ്മൾ എവിടുക്കാ യാത്ര ചെയ്തത്? ഈ സമൂഹം, ഈ പുരോഹിതന്മാർ നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോയത് അല്ലേ? ഒരു ഇത്തിരിയൊക്കെ ത്യാഗം സഹിക്കേണ്ടി വരും. അതൊന്നുമില്ലാതെ എന്താ പറയാ, അട്ടത്തുള്ളത് എടുക്കും വേണം, കക്ഷത്തുള്ളത് പോകാനും ഇത് നടക്കൂല. ഇത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എത്ര നമ്മുടെ ഈ മുന്നിലിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, വർഷങ്ങളായിട്ട് അല്ലേ, 10 14 13 വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ളവർ, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളവർ. അവരുടെ കുട്ടികളുടെ ആൺകുട്ടികളെ മാർക്ക് കല്യാണം കഴിപ്പിക്കാത്തതിന്റെ പേരിൽ ഈ സമൂഹത്തിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. എന്താ കാര്യം? അവർ തെറ്റും ചെയ്തിട്ടില്ല, ഇല്ലാത്തൊരു കാര്യം ചെയ്തില്ല, അത്രേ ഉള്ളൂ. ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, ഇല്ലാത്തൊരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ. കണ്ടോ വ്യത്യാസം? അപ്പോ
അങ്ങനത്തെ അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം, ഭയങ്കര കാര്യമാണ്. ഈ സാധനം കൊണ്ട് മുറിച്ച് കളയുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഒരു മഹാതമ്മാടിത്തരാണ്. ഇസ്ലാമിനോട് വെല്ലുവിളിക്കുന്ന, ഖുർആനിനോട് വെല്ലുവിളിക്കുന്ന ഒരു തമ്മാടിത്തരാണ്. നമുക്കെന്താ നഷ്ടം? ആരെങ്കിലും മുറിക്ക് ഒക്കെ ചെയ്തോട്ടെന്ന് വെച്ചാൽ പോരെ. പക്ഷെ ഉള്ളത് നമുക്ക് പറയണ്ടേ? മിണ്ടാ പ്രാണികളോട് പോലും ക്രൂരത കാണിക്കുന്നതിനെ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോട്ടെ. ഇത് ഞാനിപ്പോ പറയുന്നത് അറിയോ, ഇത്ര ഗൗരവമുള്ള പല വിഷയങ്ങളും ഇതിലുണ്ട്. ഈ വിഷയത്തിനൊക്കെ ഈ നിലക്ക് പോകുമ്പോൾ സമൂഹത്തിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരും, കുടുംബത്തിൽ നേരിടേണ്ടി വരും. ഇതൊന്നുമില്ലാതെ നടക്കണമെങ്കിൽ പിന്നെ ആർക്കേ സാധിക്കുള്ളൂ? ദ്വിമുഖികൾക്കേ പറ്റുള്ളൂ. അത് നമുക്ക് കഴിയില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു മുഖം, ഇവിടെ ചെല്ലുമ്പോൾ വേറൊരു മുഖം, അങ്ങനെ കഴിയും. നമ്മളായിട്ട് നിൽക്കണം. എന്നിട്ട് നമ്മളെ സ്വീകരിക്കുന്നവർ മതി. നമ്മളായി നിന്നിട്ട് നമ്മളെ സ്വീകരിക്കുന്നവർ മതി. എന്തിനാ ആള് കൂടിയിട്ട് കാര്യം? നമ്മൾ ആരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഒരാളോടും വാക്ക് കൊടുത്തിട്ടില്ല. ഖുർആൻ പ്രസ്ഥാനത്തിലേക്ക് ഇത്ര ആളുകളെ ചേർക്കാം എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും വാക്ക് കൊടുത്തിട്ടില്ല. എന്നാലല്ലേ ഇല്ലാത്ത കഥകളും അതേപോലെ തന്നെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലേ? പക്ഷെ സംഭവിക്കുന്നത് പലപ്പോഴും എന്താണെന്നറിയോ, 100 ഇതൊരു സത്യം പറയാണ് കേട്ടോ, ഒരു സത്യം പറയാ. 100 ആളുകൾ തികയുമ്പോൾ ഒരു പക്ഷേ 99 ആകാനുണ്ട്, 100-ന് 1 കുറയലുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഓരോ സത്യങ്ങൾ, ഇന്നലെ പറയാത്ത സത്യങ്ങൾ ഇന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോ എന്താ തോന്നുക? ഓഹോ, അങ്ങനെയുണ്ടോ? ഉണ്ട്. പക്ഷെ കൂടുതൽ സംഭവിക്കാറെന്താ? കൂടുതലും സംഭവിക്കുന്നത് വർധനവാണ്. എന്താ കാരണം എന്നറിയോ? ഇത് നമ്മുടെ കയ്യിൽ തന്നെ പോയി. കാരണം ഒരാൾക്കും തടുത്തു വെക്കാൻ കഴിയാത്ത തരത്തിലുള്ള മീഡിയകൾ, നാം ഇന്നലകളിൽ സ്വപ്നം കാണാത്ത മീഡിയകൾ വളർന്നു. ഇന്നലകളിൽ പാപ്പയെ പേടിച്ച് ക്ലാസ്സിന് വരാത്തവരുണ്ട്, ഉമ്മയെ പേടിച്ചും ഭാര്യയെ പേടിച്ചും ഭർത്താവിനെ പേടിച്ചും വരാത്തവരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആരെയും പേടിക്കണ്ട, അവനവന്റെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് ഖുർആനിക ചലനങ്ങൾ വീക്ഷിക്കാം. അങ്ങനെ വീക്ഷിച്ചപ്പോ പലർക്കും ബോധ്യമായി എന്തെന്ന്. ഇത് കേരളം എന്ന ഇട്ടാവട്ടത്ത് മാത്രം നടക്കുന്ന ചർച്ചയല്ല. ഒരുപക്ഷേ ലോകത്ത് ഏറ്റവും ആദ്യം കൂടുതൽ ചർച്ച നടന്നത് കേരളത്തിലായിരിക്കും, അല്ലെങ്കിൽ ആണ്. ചരിത്രം പരിശോധിച്ചപ്പോൾ നമുക്ക് ബോധ്യമായത് അതാണ്. പക്ഷേ ലോകമെമ്പാടും ഇത്തരം ചർച്ചകൾ ഉണ്ട്. മാത്രമല്ല, അങ്ങനത്തെ ഒരു വിന്ന് തന്നെ പ്രവർത്തിക്കുന്നു. ഉന്നത പണ്ഡിതന്മാരും സ്ത്രീകളും രാജ്യത്തെ ഭരണകർത്താക്കൾ വരെ, അറബ് രാജ്യം കൈകാര്യം ചെയ്യുന്ന ഭരണകർത്താക്കൾ വരെ, അവരുടെ ഭാര്യമാരായ രാജ്ഞികൾ വരെ ഈ രംഗത്തുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിടുവോ? കാരണം നിങ്ങൾ 24 മണിക്കൂർ നെറ്റിന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ആളുകളില്ലേ, അപ്പൊ നിങ്ങൾക്കിത് വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ്. അപ്പൊ ഇതാണ് ലോകത്തിന്റെ ഗതി. അപ്പോ നമ്മൾ ആളുകൾ പറയുന്നത് എന്താ അറിയോ, ഇതുകൊണ്ടുള്ള റിസൾട്ട് അത് താമസിയാതെ കിട്ടും. നല്ലതാണെങ്കിലും, നല്ലതിന്റെ റിസൾട്ട് ആണെങ്കിലും, ചീത്തതിൻ്റെതാണെങ്കിലും ദൈവം ലോകത്തിനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയിൽ ജാതിയില്ല, മതമില്ല, നിറവും മറ്റുള്ള വർണ്ണങ്ങളുമില്ല. ഒരു ദർശനമാണത്. ആ ദർശനം എന്താ പറയാ, നീതിയുടേതാണ്, ധർമ്മത്തിൻ്റെതാണ്, സത്യത്തിൻ്റെതാണ്, ഒരുമയുടേതാണ്, സമത്വത്തിൻ്റെതാണ്. അതിന് മതങ്ങളോ മതിലുകളോ ഇല്ല. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരാൾ കയറി വരുമ്പോ ഇയാളെ ഉദ്ദേശം, നിങ്ങൾ എവിടെ വീട്, എവിടെയായിരുന്നു, നേരത്തെ എവിടെ പ്രവർത്തിച്ചത്, ഇപ്പൊ ഇതിനോട് ആദർശമുണ്ടോ, ആശയുണ്ടോ, ഇതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. 24 കാരറ്റ് ഖുറാഫി ഇവിടെ വന്നിരുന്നാൽ നമ്മൾ ഈ പറയുന്നവന്റെ മുമ്പിൽ പറയും അല്ലേ? പച്ച ഖുറാഫി. ഈ ഖുറാഫി തന്നെ തെറിയാണെന്നും കരുതണ്ട കേട്ടോ. ഖുറാഫി എന്നുള്ള വാക്കിന്റെ അർത്ഥം തിന്നുള്ളവരോ ഇല്ലാ കഥകൾ വിശ്വസിക്കുന്നതെന്ന, ഐതിഹ്യങ്ങൾ തലയിൽ ഏൽക്കുന്നതെന്ന വാക്കിന്റെ അർത്ഥം. തെറിയൊന്നുമല്ല കേട്ടോ, അങ്ങനൊന്നല്ല. ഖുറാഫി എന്ന് പറഞ്ഞാൽ അങ്ങനെ. പണ്ട് മുജാഹിദീങ്ങളൊക്കെ ഖുറാഫി എന്ന് പറയുമ്പോൾ മറ്റേ സുന്നികൾ മനസ്സിലാക്കിയെന്നോ വേറെന്തോ ഒരു തെറി വിളിച്ച പോലെയായിരുന്നു. വാക്കിന്റെ അർത്ഥം ശരിയാണ്, ആ പറഞ്ഞത് ശരിയാണ്. ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അത് ഖുറാഫി എന്ന് വിളിക്കാം. അവർ യോഗ്യരല്ല, കാരണം അതിലും മറ്റേ ഖുറാഫികളാണ് അവർ. അതുകൊണ്ട് അവരാ മറ്റുള്ളവർ വിളിക്കാൻ അവർ അർഹരല്ല. പക്ഷെ നമ്മുടെ മുന്നിൽ വേറെ കഥകളൊന്നും ഇല്ല. ഇവർ ഉണ്ടാക്കിയ കഥകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പൊളിക്കുകയാണ്. ഇവരുണ്ടാക്കിയെടുത്ത കുറെ കഥകളില്ലേ, എന്തെല്ലാം കഥകളാണ്. യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിൽ നിന്ന്, ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ ഒരു
സൗന്ദര്യ പ്രദർശനം നടത്തപ്പെടുന്നു. ഇന്ത്യയിലൊക്കെ സ്ത്രീകളെ പ്രദർശിപ്പിക്കാറുണ്ട്. അന്ന് ഈജിപ്തിൽ മറ്റേ ആരായിരുന്നു? യൂസുഫിനെ അഭിനയം. പക്ഷേ എതിർകക്ഷികളൊന്നും ഉണ്ടായില്ല. ഒറ്റയ്ക്ക് സൗന്ദര്യ പ്രദർശനം കേട്ടില്ലേ നിങ്ങൾ? പട്ടണത്തിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അണിനിരത്തി എന്നിട്ട് പറഞ്ഞു യൂസുഫേ കടന്നു വരുവോ. അപ്പൊ യൂസുഫ് എങ്ങനെയാന്ന് ഞാൻ പറയണില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെ കടന്നു വന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഓട്ട മത്സരം. സുലൈഹയെ കടന്നു പിടിക്കാൻ യൂസുഫ് ഓടി, യൂസുഫിനെ കടന്നു പിടിക്കാൻ സുലൈഹയും ഓടി. സുലൈഹ എവിടുന്നാ വന്നത് അറിയില്ല, ഖുറാനില്ല. ആ പേരും ഖുറാനില്ല. എവരും കഥ കൊണ്ട് നെഞ്ഞുണ്ടാക്കിയാണ്. ഇതേപോലെ തന്നെ മറ്റേ ഇമ്രായത്ത് ഭാര്യ, അസുവാജ് പെണ്ണുങ്ങള്. അപ്പൊ അസുവാജ് നബി മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ എന്ന് വിളിച്ചപ്പോ 14 ഒപ്പറുകളുണ്ടായിരുന്നു എന്നർത്ഥം കിട്ടിയില്ലേ? 20 അഡ്രസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഖുർആനിലൂടെ ഖുർആനിന്റെ പേരിൽ ഉണ്ടാക്കിയ കളവുകളെ പോലും കഥകളെ പോലും നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ നമ്മളെ ഖുറാഫികൾ നമ്മളെ ഒരിക്കലും ഒരാളും പറയില്ല. അത് ഇന്നവരെ പറഞ്ഞിട്ടില്ല. പല ആക്ഷേപങ്ങളും മറ്റേ ഹാസ്യ തരത്തിലുള്ള പലതും നമ്മൾ കേട്ടു. പക്ഷെ ഖുറാഫി നമ്മൾ ഇന്നേ ഒരാളും വിളിച്ചിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട നാൾ വിളിക്കില്ല. എന്താ കാര്യം? കാരണം ഇത് പിടുത്തപ്പെട്ട സാധനമാണ് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അപ്പൊ ഖുർആനിലൂടെ ഖുർആനിനെ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എന്താവില്ല? ഒരു കഥ കാണൂല. മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കഥയും അതിൽ കാണൂല. മനുഷ്യരോട് കാര്യങ്ങൾ വ്യക്തമാക്കും. അതും എങ്ങനെ? ഉദാഹരണ സഹിതം വ്യക്തമാക്കും. നമുക്ക് ചില രഹസ്യ അജണ്ടകൾ ചില സംഘടനകൾക്കും, ചില സംഘടനകളുടെ ക്ലാസുകൾ നടക്കുമ്പോൾ അതിൻ്റെതായ ആളുകൾക്കും അതിൽപ്പെട്ട ആളുകൾക്ക് പോലും പോകാൻ പറ്റാത്ത ക്ലാസ്സുകളുണ്ട്. അതിൽ മറ്റേ കാർക്കൂന്, മുത്തഫിക്ക്, പിന്നെന്താണ്, ഇങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട്. മുത്തഫിക്ക് തന്നെ അനുഭാവി തന്നെ കുഴപ്പമില്ല. റുക്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തൂണാണ്. റുക്കുനും നെർക്കാനിൽ ഇസ്ലാം കേട്ടില്ലേ? റുക്കിന് നിങ്ങൾ മുമ്പ് കേട്ടില്ലേ? തൂണ്, അതിൻ്റെ നെടുന്തൂൺ. റുക്കുനും തന്നെ ആ സംഘടനയുടെ ബലവത്തായ ആ ആൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ക്ലാസ്സുകൾ മുത്തഫിക്കിന് കേൾക്കാൻ പറ്റില്ല. മുത്തഫിക്കിന് കേൾക്കാൻ പറ്റുന്ന ക്ലാസ് അതിൻ്റെ അപ്പുറത്തേക്കുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെ കാറ്റഗറി ഉണ്ട്. നമ്മുടെ മുന്നിൽ എന്ത് കാറ്റഗറി ഉള്ളത്? കാരണം ഇത് മനുഷ്യനുള്ള ദർശനമാണ്. ആരെയും ഒളിച്ചു വെക്കാനില്ല അല്ലേ? ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല, ജാതി വ്യത്യാസം. ഇങ്ങനത്തെ ഒരു ദർശനം ലോകത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു, ഈ ലോകത്തിനോട് നിങ്ങൾ വികൃതി കാണിക്കരുത്. ഖുർആൻ ആകെ പറയാനുള്ള മെസ്സേജ് അടിമുടി നിങ്ങൾ പരിശോധിച്ചാൽ കാണുന്നത് ലാ തുഫ്സിദൂ ഫിൽ അർദ് ബഅദ ഇസ്ലാഹിഹാ. ഈ പ്രപഞ്ചത്തിനെ നിങ്ങളെ ഉൾക്കൊള്ളാം വിധം ഇതിനെ ക്രമീകരിച്ചിരിക്കുകയാണ് നാം. അതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്രമം കാണിക്കരുത്. അതിനോട് നിങ്ങൾ വികൃതി കാണിക്കരുത്. വികൃതി കാണിച്ചാൽ അത് നിങ്ങളോട് വികൃതി കാണിക്കും. എവിടെയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോ അപ്പോഴും അന്നേ വരെ പടച്ചമില്ലാത്ത പറയും ഇതാ പടച്ചം കേട്ടില്ലേ? അതേപോലെ പടച്ചോണൊന്നും കാര്യങ്ങളൊന്നുമില്ല. വെള്ളപ്പൊക്കം ഉണ്ടാകാം, വലിയ പടച്ചോ മറ്റേ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കൊന്നത് അല്ലേ? കടലിന് ഒഴുകാൻ സ്ഥലം വേണം. കടലിന് ഒഴുകാൻ സ്ഥലം വേണം. പഴയ കാലങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് കടലുണ്ടായിരുന്നു അല്ലെ? ആ കടൽ എന്ത് ചെയ്തു? തൂർത്തു. പിന്നെന്ത് ചെയ്തു? ആധാരമില്ലാതെ ആധാരം ഉണ്ടാക്കിയിട്ടൊക്കെ കടൽ നമ്മുടെ വാപ്പാടെ സ്വത്താക്കിയിട്ട് നമ്മൾ മാറ്റി ഉണ്ടാക്കിയതാണ്. എൻ്റെ സ്വത്ത് എൻ്റെ ഭാര്യയുടെ പേരിൽ, വാപ്പാടെ പേരിൽ, ഉമ്മാമ്മയുടെ പേരിൽ, വല്യമ്മയുടെ പേരിൽ, ജനിച്ചിട്ടില്ലാത്തൊരു വല്യമ്മ അങ്ങനൊക്കെ ആക്കി. കടലിന് ഒഴുകാനില്ലാതെ സ്ഥലം വന്നപ്പോൾ എന്ത് ചെയ്തു? കടലങ്ങൾ മാന്തിയെടുത്തു. കെട്ടിടങ്ങൾ ഉണ്ടാക്കിയില്ലേ ഒരുപാട്? ദുബായിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തുണ്ട്. അത് പ്രതികരിക്കും. എനിക്ക് ഇന്ന് ആവശ്യമില്ലാത്തൊരു സാധനം, ഇന്ന് എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഞാൻ അവിടെ വെച്ച് പോയി. എനിക്ക് നാളെ ആവശ്യമുണ്ടാവുമ്പോൾ അത് അവിടെ കാണുന്നില്ലെങ്കിൽ ഞാനത് തപ്പും. അപ്പോ ഈ ഭൂമിയോട് നാം വികൃതി കാണിക്കരുത്. ഖുർആനിന്റെ ലോകത്തോട് നൽകാതെ മെസ്സേജ്. ഇതാരെ വിളിച്ചാ പറയേണ്ടത്? ആരെ വിളിച്ചാ പറഞ്ഞത്? നമ്മളാരെ എവിടെ വരും? കോഴിക്കോട്ടേരെ കെട്ടിയിരിക്കും, മലപ്പുറത്തൊരു മാറി, ഇങ്ങനെയാണോ പറഞ്ഞത്? എല്ലാവരും ഇവിടെ വരും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? ആണും പെണ്ണും
നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ സമുദായം ഗ്രൂപ്പുകളൊക്കെ മാറിപ്പോയി. പെണ്ണുങ്ങളെ പോലും ഉൾപ്പെടുത്തിയില്ല. പെണ്ണുങ്ങളെ പോലെ അവരിതൊന്നും കേൾക്കണ്ട, അവർ പെരയിരുന്നിട്ട് അതിലെ പൊരിച്ചോട്ടെ, അവർ മത്തി പൊരിക്കട്ടെ. ഈ ക്ലാസ് സ്ത്രീകൾ കൂടി കേൾക്കേണ്ടതല്ലേ? കാരണം ഈ സമൂഹത്തിന്റെ ഭാഗമല്ലേ അവർ. അപ്പൊ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല. എന്താ കാര്യം അറിയോ? ഗുണമുള്ള ഒരു കാര്യം. ഇപ്പൊ നമ്മള് വേറെ മനഃശാസ്ത്രമുണ്ട്. ഒരു ക്ലാസ് നടക്കുന്നിടത്ത് നമ്മുടെ ഭാര്യനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഭാര്യ അവിടുന്ന് കേൾക്കണത് നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞപ്പോൾ വ്യത്യാസം എന്താ അറിയോ? ഇവിടുന്ന് ആവുമ്പോൾ കേട്ടിട്ട് കുഴപ്പമില്ല, അതാണെങ്കിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കും. പക്ഷെ നിങ്ങളവിടെ നിന്ന് പറഞ്ഞാൽ പോയി പണിയെടുക്കുന്നതെന്ന് പറയും. ചില പെണ്ണുങ്ങൾ അങ്ങനെ പറയും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു പറയും അല്ലേ? നിങ്ങളിപ്പോൾ പോയതും പറഞ്ഞാൽ നേരില്ല എന്ന് പറയും ചില പെണ്ണുങ്ങൾ. അപ്പൊ അതേ സമയത്ത് ഒരു ക്ലാസ് നടക്കുന്നിടത്ത് പോയാൽ അത് പെണ്ണിനും ആണിനും ഗുണമുള്ള കാര്യമാകുമ്പോൾ രണ്ടു കൂട്ടരും അത് ആസ്വദിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും ഗുണമുള്ള കാര്യം. പരസ്പരം സഹകരിക്കാനും പരസ്പരം മനസ്സിലാക്കുവാനും കലഹങ്ങളില്ലാതിരിക്കുവാനും സമൂഹത്തോട് ഒട്ടി നിൽക്കുവാനും സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അറിയുവാനും മക്കളുടെ വളർച്ചയിൽ പങ്കുവഹിക്കുവാനും അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഭാഗമാക്കുവാനും ഒക്കെ രണ്ടു കൂട്ടരുടെയും കാര്യമാണത്. ഇങ്ങനെ ഒരു മാറ്റി നിർത്തി എന്നൊരു സീരു അടിച്ചു ഇവരെ നിങ്ങൾ വേണ്ട. അപ്പൊ ഇന്നും ഒന്നിലും തുടങ്ങിയതൊന്നല്ല ഈ പരിപാടി. ഇസ്ലാമിനെ നശിപ്പിച്ച് 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 പക്ഷെ നശിപ്പിച്ചവർ ഇന്ന് ആരായി? അതിന്റെ ഏറ്റവും വലിയ വക്താക്കളായി മാറി. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളിലുണ്ട്, നിങ്ങൾ ആരൊക്കെയോ കുരങ്ങ് കളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ വന്നവൻ ആരായി? ഇസ്ലാമിന്റെ ശത്രുവായി. വിധി വൈപരീത്യം എന്ന് പറയും. നേർക്കുനേരെ തലകീഴായി മറിഞ്ഞു. അത് സംഭവം കുഴപ്പമില്ല. ഒരു സത്യം പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് പൂമാലയിട്ട് സ്വീകരിക്കലാണ് എപ്പോഴും ഉണ്ടാകുക എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അത് പറയുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും, അതേപോലെ പ്രയാസങ്ങളുണ്ടാകും, അതിൻ്റെ ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ സത്യം ഇനി നമ്മളൊക്കെ അങ്ങോട്ട് മാറിയെന്ന് വെച്ചോളൂ, അപ്പോഴും സത്യം ഇവിടെ ഉണ്ടാവില്ല, നശിക്കൂല. അതതിൻ്റെ സ്വഭാവമാണ്. അത് പറയാൻ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ, സ്വീകരിക്കാൻ നിങ്ങളല്ലെങ്കിൽ മറ്റൊരാൾ, അതുണ്ടാകും. അപ്പൊ നമ്മളെന്ത് ചെയ്യും? നിങ്ങളങ്ങോട്ട് മാറ്റുന്ന പറഞ്ഞു. നിങ്ങളിതിന് തയ്യാറല്ലെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കിയത് ഉൾക്കൊണ്ട് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുവാനും ആ നിലക്കുള്ള ഒരു സ്ഥാപിച്ചെടുക്കുവാൻ നിങ്ങൾ ഒരുക്കമല്ലേ? നിങ്ങൾ പോയിടാന്നാ പറഞ്ഞത്. പോയി പണിയൊക്കെ ആഹരിയും നല്ല വേറെ ആൾക്കാരെ കൊണ്ടുവരും. എന്താണ് അവരുടെ സ്വഭാവം? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവനെ അവർ സ്നേഹിക്കുന്നു, അവർ അവനെയും സ്നേഹിക്കുന്നു, അവർ അവനെയും സ്നേഹിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ വ്യവസ്ഥയെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ വ്യവസ്ഥ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെ വേറെ വരും. അപ്പൊ നമ്മളെന്താ ആഗ്രഹിക്കുന്നു? ആ ആളുകൾ നമ്മൾ തന്നെ ആകണം. ദൈവിക വ്യവസ്ഥ നമ്മെ ഇഷ്ടപ്പെടുകയും നാം ഇഷ്ടപ്പെടുന്ന ദൈവിക വ്യവസ്ഥയും അത് നമ്മൾ തന്നെയായി മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ലേ? അല്ലേ? എന്താ കാര്യം എന്നറിയോ? നമുക്കിവിടെ ജീവിക്കണം. നമ്മളിവിടെ ഇത്രയും കാലം ജീവിച്ചില്ലേ? ഇനി ഒരു സ്വപ്നം കൂടി നമുക്കില്ല. എന്താണ് ആ സ്വപ്നം? നമ്മുടെ അടുത്ത തലമുറ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? നമ്മളിവിടെ ഇല്ലെങ്കിൽ പോലും നമ്മളിവിടെ എന്താ പറയാ, നമ്മുടെ ജീവിതം ഇവിടെ താൽക്കാലികമായി അവസാനിച്ചു, അല്ലെങ്കിൽ ഇവിടെ നമ്മളില്ല, അത് കാണാൻ ശരീരത്തോടു കൂടി ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ തൈകളൊക്കെ നടുന്നത്. ഒരു തെങ്ങ് നമ്മൾ ഇപ്പോൾ നടുന്നെങ്കിൽ നമുക്ക് ഉറപ്പുണ്ട് ഈ തെങ്ങ് കായ്ച്ച് അതിലൂടെ ഒരു ഇളനീരിട്ട് കുടിക്കാൻ എനിക്ക് കഴിഞ്ഞോളാം എന്ന് ഉറപ്പുണ്ട്. നമുക്കില്ല, കുറേ കാലം പിടിക്കും. പക്ഷെ നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? എനിക്കല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക്, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെല്ലാം ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് തലത്തിൽ ആലോചിച്ച് നോക്കും. പാലം പണി നടക്കുന്നു, അത് നടക്കുന്നു. ഇന്നത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഒരു തലമുറയെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു തലമുറ, കലഹങ്ങളില്ലാത്ത, ഇവിടെ കുറെ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലോകത്ത് അടി നടക്കുന്ന ഒരേ ഒരു രാജ്യം 5 നേരം നിസ്കരിക്കുന്നിടത്താണ്. ഞാനത് താമാശ പറയുന്നില്ല. 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന സ്ഥലത്താണ് മതത്തിന്റെ പേരിൽ അടി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ യൂട്യൂബിലും ഒക്കെ? അല്ലാഹു അക്ബർ, കൊല്ലുക. കാരണം 5 നേരം നിസ്കരിക്കണം മുസ്ലിമെ, 5 നേരം നിസ്കരിക്കണം മുസ്ലിമിനെ വെടിവെച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
5 നേരം നമസ്കരിക്കുന്നു, 5 നേരം 50 നേരത്തിൽ ചെയ്യുന്നു സുന്നത്തെ കടല്. ഇത് അതേപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരുത്തിനെ തെക്ബീർ ചൊല്ലിയിട്ട് കണ്ടോ. അപ്പൊ കാണുന്നില്ലേ എവിടുന്നാ ഈ തെക്ബീർ വന്നത്? നമ്മൾ മുമ്പേ ചർച്ച ചെയ്തതാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുന്നവർക്ക് ആ പേരേ പറയാൻ പാടില്ല എന്നാണ് ഖുറാനികമായിട്ട്. ഖുറാനികമായിട്ട് 5 നേരം നിസ്കരിക്കുന്നവർക്ക് ആ പേരേ പറയാൻ പാടില്ല. കാരണം ഒരു സ്ഥലത്ത് തല താത്തുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പൊന്തിച്ച് കണക്കുന്നു. അത് ആർക്കാണെന്ന് കൂടി പറയാം. ഭൂമിക്ക് നമ്മൾ തല സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു ഭാഗം നമ്മൾ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആർക്കാണ്? അതും കൂടി ഒന്ന് പറയണം. അപ്പോഴേ കഥ പൂർത്തിയാവുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ എന്ത് പറയണം? എന്തേ മനസ്സിലായില്ല? അല്ലെങ്കിൽ പിന്നെ എന്ത് വേണ്ടി? അല്ല പടിഞ്ഞാട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ താൽക്കാലിക ഒരു സമയത്തെങ്കിലും പടിഞ്ഞാട്ട് വരുത്ത നേരത്തെ തിരിഞ്ഞിങ്ങോട്ട് കിഴക്കോട്ട് എന്നാൽ അപ്പോഴെങ്കിലും വരേണ്ടി വരില്ലേ? അങ്ങോട്ട് കാണിച്ചു കൊടുത്തത്. അപ്പൊ ആ മുസീബത്തൊക്കെ ഒഴിവാക്കി ശരിയായ ദർശനം നമുക്ക് കൂടായ്മയെ വരുള്ളൂ ഈ ആ ദർശനത്തിലൂടെ. കാരണം എവിടൊക്കെ കളിച്ചു എന്നൊരു ഒന്ന് മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കുക. അതെവിടെ എന്ന് തുടങ്ങി? ജനിച്ചെന്ന്. അതെന്ന് തുടങ്ങിയത്? ജനിച്ചെന്ന് സാധനം കുറിച്ചു എവിടെയെങ്കിലും വെച്ചിട്ട്. ഇനി നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് ജീവിക്കുന്ന കാലമുണ്ടല്ലോ, നല്ലവണ്ണം ശ്രദ്ധിച്ചോളാം. കാരണം നമ്മുടെ കേരളം പോലത്തെ ഒരു രാജ്യം വർഗീയ കലാപങ്ങൾ നടക്കാത്തത് ഇത്തരം ഈ നിലക്ക് ചിന്തിക്കുന്ന കുറച്ചാളെങ്കിലും, അതല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ മുല്ലമാര് പറയുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വൻ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരൊറ്റ മാപ്പിളയുടെ കഴുത്തിന് മേലെ തലണ്ടാവില്ല. എന്താ കാര്യം? കിതാബിൽ മുഴുവനും വർഗീയ വിഷങ്ങളാ ഉള്ളത്. സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ടവനെ പോലും തലവെട്ടി കൊല്ലാൻ എഴുതിവെച്ച ഗ്രന്ഥങ്ങളാ ഉള്ളത്. ഇതില്ലാത്തൊരൊറ്റ ഗ്രന്ഥവുമില്ല. ആധികാരികമായി ഉത്തരവാദിത്വത്തോട് പറയാൻ കഴിയുന്ന ഇതുകൊണ്ട് പറയാം. അതേസമയം നോക്കൂ നിങ്ങൾ, 5 നേരം നിൽക്കാത്ത യൂറോപ്പിലെ ഇംഗ്ലീഷുകാർ ഈ പറഞ്ഞൊന്നും ഇവർക്കില്ലല്ലോ. ഹജ്ജില്ല, ഇവർ പറയുന്ന ഹജ്ജില്ല, ഇവർ പറയുന്ന നോമ്പില്ല, ഇവർ പറയുന്ന സക്കാത്തില്ല, ഇവർ പറയുന്ന നിസ്കാരമില്ല. പക്ഷെ അവിടെ മതത്തിന്റെ പേരിൽ മതക്കാര് തമ്മിൽ എന്തിന് കുടുംബം പോലും തമ്മിൽ പ്രശ്നമില്ല. എന്തേ കാര്യം? ഇപ്പൊ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട്, ഒറ്റ ചോദ്യം, നിങ്ങൾ മറുപടി ഓപ്പണായിട്ട് പറഞ്ഞതും വേണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു ജോലിയില്ലാതെ ഇവിടെ ഇങ്ങനെ നടക്കാതെ കൂട്ടിപ്പോ ഗൾഫിലേക്ക് പോകണമെന്നൊരാഗ്രഹമുണ്ട്, ഒരു വിസ കിട്ടിയാൽ തെറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഒരാൾ നമ്മളോടൊന്ന് പറയാണ്, ഒരു നല്ലൊരു അറബിയുണ്ട്, നല്ല ഇസ്ലാം ദീനൊക്കെ ഉള്ള ഒരു അറബിയാണ്, അയാളുടെ ഗൾഫിൽ ഒരു ജോലിയുണ്ട്, നിങ്ങൾക്ക് പോരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നാലോചിക്കും എന്താ ചെയ്യേണ്ടത് എന്ന്, അല്ലേ? അയാൾ നിസ്കാരത്തിനൊന്നും കുറവില്ല. അത് നിങ്ങൾ ദീനുള്ള അറബിയാന്ന് പറഞ്ഞാൽ ഇതിനപ്പോ പറയണോ? പക്ഷെ തൊട്ട് ബാക്കിൽ പറയാണ്ട് വേറൊരു കമ്പനി ഉണ്ട്, ഇംഗ്ലീഷുകാരുടെ കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ ചാടി വീഴൂലേ? അവ നിൽക്കിരിക്കാത്തവരാ നിങ്ങൾക്കറിയാം. നോമ്പും നോക്കലില്ല, അച്ഛൻ ചെയ്യലില്ല, ഇല്ലേ? ഇവിടെ പോയിന്റ് എന്താണെന്നറിയോ? 5 നേരം നമസ്കരിക്കുന്ന, 30 നോമ്പ് നോക്കുന്ന, അല്ലേ, ഒരുപാട് ഹജ്ജ് ചെയ്യുന്ന, ഇൻഷാ അല്ലാഹ് നാളെ മുതലും ചെയ്യാൻ പോകുന്ന ആളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ആർക്ക്? നിങ്ങൾ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ നല്ല ഖുർആൻ പ്രസ്ഥാനം എന്താണ്? ഇത് ബന്ധമില്ലാത്ത 5 നേരം 50 നേരം നമസ്കരിക്കുന്ന സാക്ഷാൽ ഒരു പാരമ്പര്യ മുസ്ലിം, അവന് പോലും ആഗ്രഹിക്കണില്ല എന്ത്? ഒരു അറബിയുടെ അടുത്ത് ജോലി ചെയ്യാൻ. എന്തേ കാര്യം? അവനക്ക് ഉത്തമ ബോധ്യമുണ്ട്, അറബിയുടെ അടുത്ത് ജോലി ചെയ്താൽ നീതി ലഭിക്കില്ല, അംഗീകാരം ഉണ്ടാകില്ല, അവനെ മനുഷ്യനായിട്ട് കാണുകയില്ല. ഇംഗ്ലീഷുകാരനടുത്ത് ജോലി ചെയ്താൽ 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി. 7 മണിക്ക് ജോലിക്ക് വരേണ്ടടുത്ത് 6:59 എത്താൻ പാടില്ല, 7 മണിക്കേ വരാവൂ. മാത്രമല്ല ഒഴിവ് സമയങ്ങളിൽ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂലി വേറെ ലഭിക്കും. പക്ഷെ അറബിയുടെ അടുത്ത് 8 മണിക്കൂറാന്ന് പറഞ്ഞാൽ ഒരു 8 കൂടി കൂട്ടേണ്ടി വരും, അല്ലേ? മാത്രമല്ല അറബിയുടെ അടുത്ത് ജോലി ചെയ്യുന്നവർക്ക് പേര് മാറും. എന്റെ പേര് ഇവിടുന്ന് പോകുന്നവരെ മോമൂട്ടിയാണ്, പോയ ഹിമാറാണ്, അല്ലെങ്കിൽ കെൽബാണ്, അല്ലേ? മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? ഉണ്ടോ? ഇവിടുന്ന് പോകുന്നവരുടെ പേര് മുഹമ്മദ് എന്നായിരുന്നു. പോയ അന്ന് മുതൽ അറബി പേര് മാറ്റി, ബാപ്പിമ്മയുടെ പേര് മാറ്റി, ഹിമാ
എക്കൽ അറബി വിളിക്കുന്ന ഓമന പേര്, കഴുത് പട്ടിയും. അപ്പോ ഇംഗ്ലീഷ് ഏതെടുത്ത് ജോലി ചെയ്താൽ പേര് മാറൂല, ഉമ്മിപ്പിട്ട് പേരിനെ നിലനിൽക്കാം അല്ലേ. ഇനി ഒന്ന്, ഇറാഖിൽ വെടി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 5 നേരം നിൽക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അങ്ങനെ മരിച്ചു വീഴുകയാണ്. അവരങ്ങനെ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോവാണ് വലിയ ട്രെയിലറിൽ തെക്കുബീർ ചൊല്ലിയിട്ട്. നോക്കൂ നിങ്ങൾ, അമേരിക്കയിൽ നടക്കുമോ ഇങ്ങനെ ഈ കോലം? ഉണ്ടോ? ഇല്ല. യൂറോപ്പിലുണ്ടോ? മറ്റ് ഇംഗ്ലീഷ് മറ്റു രാജ്യങ്ങളിലുണ്ടോ? ഇല്ല. നടക്കുന്നത് എവിടെയാണ്? എവിടെയാണ് നടക്കുന്നത്? അറബ് രാജ്യത്ത് സിറിയ, ഡമസ്കസ്, പുതിയ പേര് ഡമസ്കസ്, സിറിയ അഥവാ സൂരിയ. ഇസ്ലാമിന്റെ പഴയകാല ചരിത്രങ്ങൾ ഉറങ്ങുന്ന മുആവിയയുടെ ചെയ്തികൾ, യസീദിന്റെ സകല നാടകങ്ങളും അരങ്ങേറിയ സ്ഥലങ്ങൾ. ഇതെന്താ നടക്കുന്നത്? എന്റെ കൂടെ ജോലി ചെയ്യുന്ന അറബികളുണ്ട്, അവിടുത്തുകാര്. സാധാരണ വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, നാട്ടിലേക്ക് പോണില്ലേ? അപ്പോൾ ചോദിക്കുക, എവിടെ നാട്? എവിടെ നാട്? 4 വർഷമായിട്ട് ഞാൻ പോയിട്ടില്ല, എന്റെ കുട്ടികളെ ഞാൻ കൊണ്ട് കൊണ്ടുവന്നു, ഇവിടെ തന്നെയുള്ളത്. എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് നാടില്ലാന്ന്. അവ പറയാൻ സന്തോഷം കൊണ്ട് പറഞ്ഞതല്ല, ഖേദം കൊണ്ട്. നാടില്ലാന്ന്. നോക്കൂ സുഹൃത്തുക്കളെ, നമുക്ക് അങ്ങനത്തെ ഒരു ഗതി വേണോ? വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ചെന്നുകൊണ്ട് 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ ഒരു സ്ഥലമുണ്ടോ നമുക്ക്? ഇല്ലേ? നമ്മുടെ രാജ്യം നമ്മളെ പുറത്താക്കില്ല. ഉള്ളത് കഞ്ഞാണെങ്കിൽ കഞ്ഞു കുടിച്ചു കഴിയാൻ നമ്മുടെ രാജ്യമുണ്ട്. പക്ഷെ ഈ രാജ്യം ആരുടെ കയ്യിലാ? 100% അല്ലെങ്കിൽ 80%-ലധികം ഇവിടെ ആരാണ്? നമ്മുടെ ജാതി. ആ നിലക്ക് സംസാരിക്കാൻ നമ്മുടെ ജാതിക്കാരല്ല, മറ്റു ജാതിക്കാരാ. അങ്ങനത്തെ ഒരു മഹാരാജ്യം ഇവിടെ ഉണ്ട്. പക്ഷെ ആ രാജ്യത്തിന്റെ ആളുകളാണ് നമ്മൾ ആരും ഇവിടെ പുറത്താക്കുന്നില്ല. പക്ഷേ ഇവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആ നാട്ടിലെ അവിടത്തുകാരായി അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇതിനാണ് ചോദ്യങ്ങൾ. മതഭ്രാന്ത് തലക്ക് കയറി എന്നതാണ്. ഇതിനപ്പുറം ഒരു ലഹരി നിങ്ങൾക്ക് ലോകത്ത് ലഭ്യമല്ല. മതത്തെക്കാളും വലിയ ഒരു ലഹരി നിങ്ങൾക്ക് ലഭ്യമല്ല ദുനിയാവിൽ. അതിനേക്കാളും വലിയ ലഹരി ഇല്ല. എല്ലാ ലഹരിയും ഇറങ്ങും കുറച്ച് സമയം കഴിഞ്ഞാൽ. പക്ഷെ ഈ ലഹരി ഇറങ്ങുകയില്ല. ആ നിലക്കുള്ള ഒരു ലഹരിയാണ് മതത്തിലൂടെ, മതം സ്ഥാപിച്ചതിലൂടെ, മതം എന്ന മതിൽ സ്ഥാപിച്ചതിലൂടെ ഉണ്ടാക്കിയെടുത്തത്. അത് നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിക്കരുത്. അത് പഠിപ്പിക്കാണ് മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നത്. പറഞ്ഞയച്ചവർ ഉടൻ പിൻവലിക്കണം, പറഞ്ഞയക്കാത്തവർ ആ നില തുടരണം. ഇത് നമ്മുടെ മരണശേഷം പോലും പറഞ്ഞയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സന്ദർഭവും നാം ഉണ്ടാക്കണം. ആർക്ക് വേണ്ടിയെന്നോ? നമ്മുടെ മക്കൾക്ക് വേണ്ടി. മനുഷ്യരെ മനസ്സിലാക്കുന്ന, മാനവികത എന്തെന്ന് ഉൾക്കൊള്ളുന്ന ഒരു പറ്റം മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കാൻ നാം നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാതിരിക്കുക. നല്ല സംസ്കാരം പഠിച്ചു വളരാൻ വേണ്ടി മദ്രസയിലേക്ക് പറഞ്ഞേക്കാതിരിക്കുക. മനുഷ്യരെ ഒന്നായി കാണുവാൻ വേണ്ടി മദ്രസയിലേക്ക് പറഞ്ഞേക്കാതിരിക്കുക. മതഭ്രാന്തനാകണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെയാകാവുന്ന പോണം. നമ്മൾ തന്നെ ഇതിനു വേണ്ടി ചെലവഴിച്ച സമയം എത്രയും മതം പഠിക്കാൻ വേണ്ടി. ഇന്നത്തെ എന്തെങ്കിലും എത്തിയോ? എവിടെയും എത്തിയോ? പക്ഷെ ഇത് വളരെ ഈസി ആയിരുന്നു. ഖുർആനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈസി ആയിരുന്നു. പക്ഷെ അതുപോലും ഉണ്ടാക്കി അത് നിങ്ങൾക്ക് പറഞ്ഞാൽ തിരിയില്ലടോ, അവിടേക്കൊന്നും എത്തിയിട്ടില്ലടോ എന്ന് പറഞ്ഞിട്ട് മാറ്റിയില്ലേ? എന്തിനാ പിന്നെ ഈ സാധനം? ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഇത് വലിച്ചെറിയാ. വേറെന്തിനാ? അതല്ല എന്റെ കാര്യം. അള്ളാഹു പറയുന്നു, ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ്. പക്ഷെ ഇത് എടുത്തു നോക്കിയിട്ട് വെളിച്ചം കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? മെല്ലെ ഈ പൂച്ചനെ ഒഴിവാക്കല്ലേ ചില വീട്ടിൽ നിന്ന് ചാക്കിലൊക്കെ കെട്ടിയിട്ട്, വഴി അറിയാതിരിക്കാൻ വേണ്ടി ചാക്കിൽ കെട്ടും, കണ്ണും കെട്ടിയിട്ട് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ എവിടെയും കൊണ്ട് വലിച്ചെറിയണം. ഇത് ഉപകാരമില്ലെങ്കിൽ ആണോ? എന്നാ നോക്കൂ നിങ്ങൾ, സംശയലേശമന്യേ നമുക്ക് ഈ ഗ്രന്ഥം ഒരു കാര്യം പഠിപ്പിച്ചതെന്ന് എന്താണെന്നറിയോ? നേരത്തെ പലവരു പറഞ്ഞതാ. എന്ത്? നിങ്ങൾ ഒന്നാണ്. നിങ്ങളിൽ എന്തില്ല യാതൊരു വ്യത്യാസവുമില്ല. പക്ഷെ വേറൊരു നിലക്ക് നമ്മൾ ചിന്തിച്ചു നോക്കും. നമുക്ക് ആരുടെ വിശ്വസിക്കാൻ? നമുക്ക് ഒരാളെ കൂടെ യാത്ര ചെയ്യാൻ പറ്റും. നമുക്ക് വീട് എടുക്കുമ്പോ ഭൂമി നടന്ന് അന്വേഷിക്കണ്ടേ? മാപ്പിളാരെ എവിടെയാണ്?
അല്ലേ? കൃഷി ഉണ്ടാക്കുമ്പോ ഇതിന്റെ അപ്പുറത്ത് താമസിക്കുന്നവനൊക്കെ മുഹമ്മദ് അബൂബക്കർ അഹമ്മദ് തന്നെയാണോ? അതല്ല ജോസഫും കൃഷ്ണൻകുട്ടിയെ ഇതിന്റെ കൃഷി നശിപ്പിക്കോ? പാതിരക്കൊക്കെ പോകുമ്പോൾ അവിടെ കാലിരിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ ഒന്ന് എന്നുള്ള ഒരു ചിന്ത, അതെന്ത് വേണം? നിങ്ങളെ ഒന്നാക്കുന്ന ഒരു ആദർശം നിങ്ങൾക്ക് വേണം. ആ ആദർശം എന്തായിരിക്കണം? ദൈവികമായിരിക്കണം. അതെവിടെങ്കിലും പോയിട്ട് 4 ചിറ്റി തിരിഞ്ഞ തല തിരിഞ്ഞു പോവാന്നല്ലാതെ മനസ്സിലേക്കുള്ള തിരിഞ്ഞു പോവും. കഅബത്തിന്റെ മുന്നിൽ പോയിട്ട് 7 പ്രാവശ്യം ഇങ്ങനെ തിരിഞ്ഞ ഒരു ഇത്തിരി പ്രഷറുള്ളവനൊക്കെയാണെങ്കിൽ തലയിട്ടു. വേറെ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. മനസ്സിലായില്ലേ? ഒരു ഗുണവുമില്ല. ഇനിയിപ്പോ അത് പോയിട്ടുള്ള അറിവാണെങ്കിൽ ഞാൻ പോയിട്ട് ചിരിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ഒരു ഗുണമുണ്ടായില്ല. കാരണം ഇത് ഈ അള്ളാനെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടും ഉണ്ടായിട്ട് കാര്യമില്ല. സുഹൃത്തുക്കളെ, നന്നാവണമെങ്കിൽ ലോകത്തുള്ള ദൈവീക ദർശനങ്ങളൊക്കെയും ഒന്നാണ്. ഭാഷകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ ആദർശം ഒന്നാണ്. അതല്ലെങ്കിൽ അതിലെ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കാം, അതിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അതിന്റെ ഉള്ളിൽ മാറ്റം വരുത്താൻ പറ്റിയെങ്കിൽ നമ്മുടെ ആളുകൾക്ക് എന്ത് ചെയ്തു? ഉള്ളിൽ മാറ്റം വരുത്താൻ പറ്റാതെ എന്ത് ചെയ്തു? പുറത്ത് കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് നിങ്ങൾക്ക് വേണോ, ഇതാദ്യം വേണോ എന്ന് പറഞ്ഞു. കഴിഞ്ഞില്ലേ കാര്യം? ഇതും വേണം അതും വേണം എന്നല്ല പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് വേണോ, ആദ്യം വാങ്ങണം. ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ബുഖാരി ആദ്യം പഠിക്കണം, മുസ്ലിം ആദ്യം പഠിക്കണം. കഴിഞ്ഞില്ലേ കാര്യം? അപ്പൊ ജൂതന്മാർ തൗറാത്തിൽ വ്യത്യാസപ്പെടുത്തിയെങ്കിൽ, അതേപോലെ തന്നെ ക്രൈസ്തവർ ഇഞ്ചീലിൽ ബൈബിളിൽ മാറ്റം വരുത്തിയെങ്കിൽ നമ്മൾ എന്ത് അതിനേക്കാൾ വലിയ സൂത്രം കണ്ടോ? നമ്മളെ ഇവർ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ, ഖുർആൻ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റേ വാങ്ങാവുള്ളൂ. ബുഖാരി, മുസ്ലിം, തുർമുദി, ഇബ്നു മാജ, അബൂദാവൂദ്, നസായി, ഇതൊക്കെ വാങ്ങണം. ഈ 6 ആൾറെഡി ആദ്യമുള്ളത്, പിന്നെ കൂടാതെ വേറെ ഉണ്ട്. ഇതൊക്കെ വാങ്ങിയിട്ട് ഇതും കൂടി വായിച്ചാൽ ഏത് മനസ്സിലാവുള്ളൂ എന്ന് പഠിപ്പിച്ചാലുള്ള ഗൗരവമാണോ? ഗൗരവം അതെല്ലാം മറ്റതാണോ? കാരണം എന്നാൽ ഇതോടുകൂടി എന്ത് സംഭവിച്ചെന്നറിയോ? ജനങ്ങൾ മൊത്തത്തിൽ തിരക്കിലാണല്ലോ. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ഈ ജോലിയിൽ അവനവന്റെ ജീവിതം രണ്ടറ്റം ഒപ്പിക്കാൻ വേണ്ടി പാടുപെടുകയാണ് പലരും, അല്ലേ? അത് ബിസിനസ്സായിട്ടും മറ്റുള്ള ജോലിയായിട്ടും ആരും ഫ്രീ അല്ല. നിങ്ങളും ഞാനും ആരും ഫ്രീ അല്ല. ഓരോരുത്തർക്കും അവരുടേതായ കടുത്ത ജോലിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബുക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അത് നോക്കാം. അത് വായിച്ചു പോകുമ്പോൾ കുഴപ്പമില്ല. എന്നാൽ ശരി, ഒഴിവിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വായിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കും. പക്ഷെ ഇതിങ്ങനെ തന്നിട്ട് പറഞ്ഞു ഇതിന് മുമ്പ് ഇതൊക്കെ നിങ്ങളൊന്ന് വായിക്കണ്ടെന്ന് പറഞ്ഞാൽ അത് കൂടി തന്നാൽ പറയും. എന്നാ ഇപ്പം നേരമില്ലാന്നേ പോലെയുള്ളൂ. എന്നപ്പം നേരമില്ല, നേരമുള്ള സമയത്ത് നോക്കാനേ പോലെയുള്ളൂ. അതുണ്ടായത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഖുർആൻ തന്നെ നോക്കാൻ നേരമില്ലാതായി. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. എന്നിട്ട് ഇപ്പൊ ഖുർആനിലെ ചില വിഷയങ്ങൾ ഒരേ മറുപടിയും പറയാൻ സാധിക്കാത്ത വിധം ചില വിഷയങ്ങൾ പുറത്തേക്ക് ഇട്ടപ്പോ ഇപ്പൊ എന്താ പറയുന്നത്? നിവർത്തില്ലാതെ വന്ന് നോക്കുമ്പോ ചിലരെന്താ പറയുക, ഒരു ഇത്തിരി മനസ്സിലാക്കിയിട്ടുള്ളവരെന്താ പറഞ്ഞോ, ഖുർആനെ ഒന്ന് ആഴത്തിൽ പഠിച്ചാൽ അങ്ങനെയും കിട്ടും എന്ന് പറയാൻ ചില ആളുകൾ രസമുള്ളൊരു മറുപടിയാണ്. സത്യത്തിൽ ഈ ഹല്ലാജ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഒരു ഖുർആനിയെ, ഒരു പഴയ ഖുർആൻ പണ്ഡിതനെ ഹല്ലാജ്. മൂപ്പരുടെ ഒരു പ്രത്യേകത, മൂപ്പർ നിസ്കരിക്കാറില്ല. വലിയ പണ്ഡിതനാണ്, വലിയ പണ്ഡിതനായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് സൂഫി എന്ന പേരിൽ അറിയപ്പെട്ടു. ഒന്നു കൊല്ലോലോ അതന്നെ ഹല്ലാജ്. മൂപ്പരുടെ പ്രത്യേകം നിൽക്കില്ല, തീരെ നിൽക്കാറില്ല, നോമ്പ് തീരെയില്ല, പിന്നെ ഹജ്ജും ചെയ്തിട്ടില്ല. ഇന്ന് കാണുന്ന ഇസ്ലാം എന്ന മൂപ്പർക്ക് പരിചയമില്ല. പിന്നെ മൂപ്പർ എന്തു പറഞ്ഞതോരോ മനുഷ്യർക്കിടയിൽ വേർതിരിവ് പാടില്ല എന്നും പറഞ്ഞു. ഇതന്നെ ഇന്നത്തെ ഖുർആൻ പ്രസ്ഥാനത്തിന്റെ ഒരു ആദർശം മൂപ്പർ അന്ന് പറഞ്ഞു. മൂപ്പർ എന്ത് ചെയ്തു എന്നറിയോ? അന്നത്തെ ഭരണാധികാരി കൊന്നു, നിഷ്കരുണം നിർദ്ധയം കൊന്നു. ആ കൊന്നതിനെ കുറിച്ചാണ് ആര് പറയുന്നത്, ആര് വിലപിക്കുന്നത്? മൊഹീദ്ദീൻ ഷെയ്ഖ് വിലപിക്കുന്നത്. ഹല്ലാജിയെ കൊല്ലുന്ന അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവന്റെ കൈ പിടിക്കും ഞാൻ എന്നോ പറഞ്ഞാണ്. ഹല്ലാജിനെ കൊല്ലുന്ന അന്നെങ്ങാനും ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഓനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കുന്നില്ല, മൂപ്പരെ കൊല്ലുന്നോനെ ഞാൻ കൈ പിടിച്ചിരുന്നു. അപ്പൊ മൊയ്തീൻ ഷെയ്ഖ് നമ്മുടെ ആളാണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? മൊയ്തീൻ ഷെയ്ഖ് നമ്മുടെ ആളാണെന്ന്. ഇവരെ കൂട്ടത്തിലെ ആള് കുറവാ.
കാരണം ഈ വക പരിപാടിക്കൊന്നും ഇവരൊന്നും ഉണ്ടായില്ല. ഇവരൊക്കെ അതിന്റെ ഉൾക്കാമ്പ് കണ്ടു. പക്ഷെ ഇവരെന്താ പേരിട്ടെന്ന് പറയും. അതാ രസം. ഇവരൊക്കെ ഇങ്ങനെ നിസ്കരിക്കാതിരിക്കുമ്പോ ഇവര് പേരിട്ട് ഓല നിസ്കാരം നമ്മൾ കാണൂല. നിസ്കരിച്ചെങ്കിലല്ലേ കാണൂ. അവര് വെള്ളം കുടിക്കുന്നത് കാണുന്നുണ്ട്. അവര് ബാത്റൂമിൽ പോകുന്നത് കാണുന്നുണ്ട്. അവര് ഭൗതികമായ പല കാര്യങ്ങളും കാണുന്നത്, വീഴുന്നതും ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നിസ്കരിക്കണേ കാണുന്നില്ല. എന്താ കാര്യം? അത് ഭയങ്കര മാർത്തവിലെത്തിയ ആളുകൾ നിസ്കരിക്കണേ കാണൂല. എന്താ കാര്യം? നിസ്കരിക്കലില്ല. അതുകൊണ്ടാ കാണാത്തത്. ഇതൊക്കെ ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. മനസ്സിലായോ? ഇപ്പോഴും ഇവരെന്താ പറയല്? ചില ഔലിയാക്കന്മാരെ പറ്റി അവർ നിസ്കരിക്കലില്ല എന്നാ പറയാം. നിസ്കരിക്കല് നമ്മൾ കാണില്ല, നിസ്കരിക്കല് നമ്മൾ കാണില്ല, അങ്ങനെ നമുക്ക് കാണാൻ മാത്രമല്ല കണ്ണ് നമ്മക്കില്ല എന്ന് അങ്ങനെ പറയാം. അപ്പോ സുഹൃത്തുക്കളെ, ഖുർആനിന്റെ ഈ ആദർശം ഉണ്ടല്ലോ, ഇതിന്റെ ഒരു കൂട്ടായ്മ, അതാണ് ഇപ്പൊ ലോകത്ത് നടക്കുന്നത്. സംഘടന എന്നതിനേക്കാൾ അപ്പുറം നടക്കുന്നത് അതാണ്. കാരണം നമ്മുടെ ലക്ഷ്യം അതാണല്ലോ, ഈ ആദർശം വളരുക എന്നുള്ളതാണ്. അതിപ്പോ അൽഹംദുലില്ലാ പടച്ചവന്റെ മഹത്തായ അനുഗ്രഹത്തിന്റെ പേരിൽ നമുക്ക് അത് വളർന്നു വലുതായി, എന്താ പറയാ, ഒരു ബോർഡറിലെത്തിക്കഴിഞ്ഞു. ഇപ്പോ ഒരു സ്വീകാര്യത ലഭിക്കുന്നു പല നിലക്കും, ആക്ഷേപിച്ചുകൊണ്ടും അല്ലാതെയും ഒരു സ്വീകാര്യത. മറ്റത് അങ്ങനല്ല. മറ്റേന്ന് പറഞ്ഞാല് പുറത്താക്കലായിരുന്നു, പച്ച കാഫിര എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി നിർത്തലായിരുന്നു. പക്ഷെ ഇത് അങ്ങനല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതേപോലെ വളരെ ശുദ്ധഗതിക്കാരായ തന്നെ പറയാൻ ഇനിയും താല്പര്യമില്ലാത്ത ചില പണ്ഡിതന്മാർ മൗനം വീക്ഷിക്കുന്നുണ്ട്. അതെല്ലാ കൂട്ടത്തിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഈ ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഗുണം നമുക്ക് നമ്മുടെ സ്വന്തം സെൽഫുണ്ടല്ലോ, നമ്മുടെ കുടുംബം എന്ന് പറയുന്ന നമ്മുടെ ആ കുടുംബം, നമ്മുടെ സമൂഹം, അതില്ലെങ്കിൽ അതിൻ്റെ നാശവും അതേപോലെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ആദർശം ഷെയർ ചെയ്യാം. എല്ലാവരെയും അല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. അതല്ല പറയുന്നതിന് ഒരു ആത്മഹത്യാപരമാണെങ്കിലോ എന്തെങ്കിലും ഈ ഇങ്ങനത്തെ ആളാണോ എന്നാ എനിക്കാൻ കാണിച്ചു തരാന്ന് പറയുന്ന ഒരുത്തനാണെങ്കിൽ മിണ്ടണ്ട. അതേ സമയത്ത് ഇത്തിരി സാധനം ഉണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മതത്തിന്റെ പേരിൽ ബഹളം പാടില്ല. മതം എന്നതല്ല, മനുഷ്യൻ എന്നതാണ് ഖുർആനിന്റെ പ്രമേയം. മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് ഖുർആനിന്റെ ആദർശം. അതൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ്, അറബ് നാട്ടിൽ പണമില്ലാത്തതിന്റെ പേരിലല്ല, അവർക്ക് ഈ പറഞ്ഞ ഇസ്ലാം മനസ്സിലാവാത്തതിന്റെ പേരിലല്ല, ശരിക്കും ഇസ്ലാം മനസ്സിലാവാത്തതിന്റെ പേരിലാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഖുർആനിലേക്ക് അടുപ്പിക്കുക. തീർച്ചയായും ഫലമുണ്ടാകും. ആ നിലക്ക് നാം നീങ്ങുക. ശരിയായ ദർശനത്തിലെത്താനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, സലാം അലൈക്കും.